നിനക്ക് ലിംക മതിയല്ലോ. രണ്ട് ലിംക. ഈ മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ ചൊല്ല്. മാതാവും പിതാവും കഴിഞ്ഞാ പിന്നെ ഏറ്റവും വലിയ ബന്ധം ഗുരുശിക്ഷ ബന്ധമാണ്. പക്ഷെ നിന്റെയും ടെൽമയുടെയും ബന്ധമുണ്ടല്ലോ, അതല്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ആ കുട്ടിയെ കുറെ ഉപദേശിച്ചതാ. എന്ത്, നിന്നെ പ്രേമിക്കണ്ടെന്ന്? അതല്ല, പിന്നെ ഭയങ്കര റൊമാൻറ്റിക് ലൈൻ ആ കുട്ടിക്ക് എന്നോട്. കുറച്ചു ദിവസം കൂടെ കഴിയുമ്പോൾ കേൾക്കാം കോളേജ് ക്യാമ്പസ് മുഴുവൻ PT സാറും ശിക്ഷയും തമ്മിലുള്ള പ്രേമനാടകത്തെ കുറിച്ച്. ആ കുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്റെ സ്റ്റുഡന്റ് ആയി പോയെന്ന് കരുതി മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി സ്നേഹിക്കാതിരിക്കാൻ പറ്റൂ? എല്ലാ പ്രേമത്തിനും ഉണ്ട് അതിന്റേതായ പ്രശ്നങ്ങൾ. ഇപ്പോ നീ വിജയും തമ്മിലുള്ള പ്രേമം വേറെ ആരും അറിയില്ലെന്നാ വിചാരിച്ചത്. അയ്യേ, അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യല്ലേ. എടാ, ഞങ്ങളുടെ പ്രേമം എന്ന് പറയുന്നത് സ്വച്ഛന്തമായി ഒഴുകുന്ന ഒരു നദി പോലെയാ. മർമരങ്ങളോ പേമാരികളോ ഇല്ലാത്ത സൈലന്റ് ലവ്. അപ്പൊ നിങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, സൈലന്റ് ലവ് എന്ന് പറഞ്ഞ്? അയ്യേ, ഇതാ ഞാൻ പറഞ്ഞത്. നിനക്ക് എന്റെ ലവിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല.
अरे कौन है बाय? सुबह सुबह कॉलिंग बिल में मिलती है. हाँ നിങ്ങളാണോ? അന്തരാവോ? ആ ഗായത്രിവൻ കാലത്ത് എഴുന്നേറ്റ് എക്സർസൈസ് ഒന്നും ചെയ്തില്ലേ? ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിപ്പോയില്ലേ? തടി പെനത്ത് വരും. അല്ല ഈ നാരായൺ ഭായി കഹാ എന്ന് ചോദിച്ചാ ആ ഉറങ്ങണ. ഓ അതും ഉറങ്ങാണോ? രണ്ടും നല്ല കോമ്പിനേഷനാണ്. അല്ല ഈ പിന്നെ രസഗുള ഉണ്ടാക്കിയില്ലേ? സുരേഷിന് ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി തരാലോ. അയ്യോ ഇഷ്ടമാണ്, ആ. ധൈര്യമായിട്ട് ഉണ്ടായിക്കോ. ആ സുരേഷിന് മാത്രമല്ല എനിക്കും. ആ ഇപ്പൊ ഇറങ്ങി എണീറ്റില്ലേ? ചതിക്കോ? വിശന്ന് മനുഷ്യന്റെ കുടല് എത്തുന്നു. ഞാൻ അടുക്കളച്ച് നോക്കട്ടെ. നോക്ക് ഇമ്മാനുവൽ കുറയാ മാസാമാസം 150 രൂപ വെച്ച് തരുന്നതേ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനാ, അല്ലാതെ കിടന്ന് ഉറങ്ങാനല്ല. രാവിലെ 6 മണിക്ക് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോഴാണ് നല്ലൊരു സ്വപ്നത്തിന്റെ തുടക്കം. കളറാ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇവ ഒന്നും ഉണ്ടാക്കാതെ എങ്ങോട്ട് പോയി? എളുപ്പം ചെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ആ, ഇവനെ പിന്നെ തോന്നുമ്പോ കയറി ചെന്നാ മതിയല്ലോ. സർക്കാർ ജോലിയല്ലേ, അതും കോർപ്പറേഷൻ. ഓ, ഒരു ദിവസം ചായ ഉണ്ടാക്കി പോയെന്ന് വെച്ച് നിങ്ങൾ ആരും പെണ്ണൊന്നായി പോകാൻ പോണില്ല. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ തനിക്ക് എക്സ്ട്രാ 150 രൂപ വെച്ച് തരുന്നത്. വേണ്ടെങ്കിൽ പറ, ഞങ്ങൾ വേറെ ആളിനെ നോക്കാം. മറ്റേ ദാശാണി നമ്മുടെ മോള് ബിന്ദു SSLC ഒറ്റിട്ട് വെറുതെ നിൽക്കുക. വിളിക്കാം. മോള് വേണ്ട, ദാശായനിയമ്മയെ വിളിച്ച. അതൊന്നും വേണ്ട, ചായ ഞാനുണ്ടാക്കാം. അയ്യേ ചായ എന്നാ എളുപ്പം ചെല്ല്. ഉണ്ടാക്കാൻ ദേ, ഇവനെ വിരട്ടി നിർത്തിയില്ലെങ്കിൽ അവസാനം ഈ വീട്ടിലെ സകല പണി നമ്മൾ എടുക്കേണ്ടി വരും. ആ വേറെ ആ ദാശായനിയമ്മയുടെ മോള് ബിന്ദു SSLC തോറ്റു നിൽക്കുന്നെന്ന് പറഞ്ഞ എവിടാ? എവിടെ? അത് വേണ്ട, അത് വേണ്ട. अरे नारायण उठो. उठो ना. അയ്യോ ചിങ്കാരി ചരക്ക് നല്ല ചരക്ക് മകം വന്ന് കേറുത് കിക്ക് എനക്ക് എന്താ മേലെന്താ ചന്ത? അതാ ഫിലിപ്പോസും സുരേഷും വന്നതാ. വാടക തരുന്നെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുണ്ടോ വാടകക്കാര്? ചോടുതോ നാരായൺ? നല്ല ചരക്ക് എന്തിനു ചോടുതോ? അരേ നാരായൺ ഇനി എണീറ്റില്ലേ? സമയം എത്രയായി? ഞാൻ ഇങ്ങോട്ട് വരണോ? ആ ഉഠോ നാരായൺ, ആയ് ഉഠോ നാ. എത്ര നേരമായിട്ട് വിളിക്കുന്നു? നാരായൺ അച്ഛാ ബച്ചല്ലേ? അച്ഛാ ഞാനൊന്ന് ഉറങ്ങട്ടെ ഗായത്രിവൻ. ഉഠോ രാജി. ഇതെന്തൊരു ശല്യ, രാത്രി മുഴുവൻ ഉറങ്ങാൻ സാധിച്ചില്ല. രാത്രി ശല്യോ? ചപ്പാത്തി റെഡി ജി. ചപ്പാത്തി കഴിക്കാൻ നീ പോയി കയറ്റിക്കോ. ആ ആഹാ. ഇതിന് ഞാൻ കാണിച്ചു കൊടുക്കും. അമ്മേ, ചോറെടുത്ത് കഴിഞ്ഞില്ലേ? കൊണ്ടുവരുന്നു. സമയം എത്രയായി? ഏതായാലും കുറുപ്പ് സാറിന്റെ വഴക്ക് കേട്ടത് തന്നെ. അമ്മേ, ഒറ്റ ദിവസം നേരത്തെ ഇറങ്ങാൻ പറ്റില്ല. അത് ആരുടെ കുറ്റ? കുളിച്ചൊരുങ്ങി വരാൻ നീ എത്ര സമയം എടുക്കുക? എന്റെ ബാഗ് ഓടുമേ. ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചാൽ കാണില്ല. വിജി, ആ ഇവിടെയുണ്ട് വിജി. മോളെടുത്ത് കളിക്കുകയായിരുന്നു. രശ്മിക്കുട്ടി, ചിറ്റയുടെ ബാഗ് കേട് വരുത്തിയോ നീ? ഇല്ല. ചിറ്റാക്കോടാ. ചേച്ചി, 2 നോട്ട്ബുക്ക് വാങ്ങണായിരുന്നു എനിക്ക്. ഇത്രയും സമയം ഉണ്ടായിട്ട് പോകാൻ നേരത്തെ എല്ലാം ഓർക്കൂ. ആ മോളെ, രശ്മി മോൾക്ക് ഡോക്ടർ എഴുതിയ ടോണിക്ക് പൈസ ഉണ്ടെങ്കിൽ വരുമ്പോ വാങ്ങാമേ. ചിറ്റ വരട്ടെ മോളെ. എന്റെ അച്ഛൻ എപ്പോഴാ വരിക? അച്ഛൻ നാളെ വരും മോളെ. വരുമോ? എന്റെ മോള് ചിട്ടിക്കൊരു ഉമ്മ തന്നെ. മോള് വാ. വരട്ടെ അമ്മേ. ശരി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ വിജയ് ഇത്? കറക്റ്റ് സമയത്തിന് ജോലിക്ക് വന്നൂടെ? ഞാൻ എത്ര നേരത്തെ വന്നു എന്നറിയോ? ബസ് കിട്ടാൻ അല്പം വൈകി സാർ. ഓ സാരമില്ല,
വിജി 10-20 മിനിറ്റ് വൈകുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ഞാൻ വിജിയോട് കാണിക്കുന്ന ഈ പ്രത്യേക താല്പര്യം മറ്റുള്ളവർ അറിഞ്ഞാൽ മോശമല്ലേ? ഞാൻ പറയുന്നത് വിജിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സൈൻ ചെയ്തോളൂ. വിജി, വൈകുന്നേരം ഒന്ന് കാണണം. എനിക്കൊരു സ്പെഷ്യൽ കാര്യം പറയാനുണ്ട്. അന്നൊരു പൂർണ്ണചന്ദ്ര ഗ്രഹണമായിരുന്നു. പുറത്ത് കട്ട പിടിച്ച കൂരാക്കൂരിരുട്ട്, എങ്ങും നിശബ്ദത. ഒരു രാപ്പാടി മാത്രം ദൂരെയെങ്ങോ ഇരുന്ന് ഇണയ്ക്ക് വേണ്ടി പാടി. അവൾ അയാളുടെ പാദസ്പർശനത്തിന് വേണ്ടി കാതോർത്തിരുന്നു. അകലെ ഒരു വിളി കേട്ടു. അത് അവളുടെ മാംസത്തിന് വേണ്ടി കൊതിച്ച ചാക്കോച്ചൻ മുതലാളിയായിരുന്നു. ആ ഫയലൊന്ന് എടുപ്പിച്ചിട്ടിയ വലിയ സൗകര്യമായി. അത് ശരിയാ. എക്സ്ക്യൂസ് മീ. സാറേ, സാറേ, എന്താണോ ഇത്? ഒന്ന് സ്വസ്ഥമായിട്ട് ഓഫീസിൽ പോലും കിടന്നുറങ്ങാൻ സമ്മതിക്കില്ലാന്ന് വെച്ചാ? സാറേ, ഒരു ഫയല് ഇന്നാ ഇദ്ദേഹത്തിന്റെ ഫയലാണ്. അന്നെന്നാ കൊണ്ടുപോ. ഇദ്ദേഹത്തിന്റെ വീടിന്റെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ള പ്ലാൻ കൊടുത്തിരുന്നു. അതിന്റെ ഫയലാണ്. എന്നാ കൊടുത്തത്? ഫയൽ നമ്പർ അറിയോ? അതൊരു 3 വർഷം മുമ്പാണ്. ഫയൽ നമ്പർ MDP 347/88. 88 ആണോ? ഇവിടെ 85 ഫയൽ തന്നെ പാസ്സായിട്ടില്ല. പിന്നെയാണ് തന്റെ ഒരു 88. ഉള്ള വീട്ടിൽ കിടന്നാ പോലും എന്തിനാണ് ഒരു എഡീഷൻ? എടോ, അഡീഷൻ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു അതിമോഹമാണ്. ഓവർ എക്സ്പെക്ടേഷൻ പാടില്ല. അത് സർക്കാരിന് ഇഷ്ടപ്പെടൂല. എന്താണ്? എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. സന്തോഷത്തിനോ? എന്നാ പിടി 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 പിടി. ഞാനിത് മേടിച്ചാലേ എനിക്ക് മനസ്സമാധാനമായിട്ട് ഈ കസേരയിൽ ഇരുന്ന് ഉറങ്ങാൻ പറ്റൂല. അത് മാത്രമല്ല, ഒരു ഒബ്ലിഗേഷനാവും. പിന്നെ തന്റെ ഫയൽ അന്വേഷിച്ച് നടന്ന് ഞാൻ പണിയെടുക്കേണ്ടി വരും. മനസ്സിലായത് എനിക്ക്? നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കസേരയിൽ ഇരിക്കുന്ന ആളോട് വിവരം പറഞ്ഞാൽ മതി. അതിന് ആ കസേരയിൽ ആളില്ലല്ലോ സാറേ. കസേര അവിടെ ഇല്ലേ? ആള് പിന്നെ വരും. അതിനയാൾ എപ്പോ വന്നാൽ കാണാൻ പറ്റും സാർ? എപ്പോ വരുമെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റൂല. പുള്ളി വന്നു കഴിഞ്ഞാൽ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തിരിച്ചു പോകും. പുള്ളിക്ക് അങ്ങനെ ഇരുന്നൊന്നും ജോലി ചെയ്യാൻ പറ്റൂല. അതെന്താ സാർ അങ്ങനെ? പുള്ളിക്കാരനെ പൈൽസിന്റെ അസുഖമാണ്. അങ്ങേർക്ക് ഇരിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടാ. നിങ്ങളെ അയാൾ വരുന്ന സമയം നോക്കി വന്ന് കണ്ടാ മതി. മനസ്സിലായില്ലേ? അതാ ചെല്ലേ, എനിക്ക് ഒരുപാട് പണിയുള്ള. ആ ചെല്ലേ. വിജി എന്ത് പണിയായി കാണിച്ചത്? ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് വേഗം ഇങ്ങി പോന്നുവല്ലേ? വളരെ നാളായി വിജിയോടൊരു കാര്യം തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ വിജിയെ കാണുമ്പോ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. പോലെ ഞാനൊരു ക്രോണിക് ബാച്ചിലറാണ്. ഇത്രയും കാലം വിവാഹം വേണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു ഞാൻ. എന്നാൽ വിജിയെ കണ്ടതു മുതൽ മറ്റൊരു സ്ത്രീയോടും തോന്നാത്ത ഒരു പ്രത്യേകത. ഒരുപക്ഷെ മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തം കൊണ്ടായിരിക്കും അതല്ലേ? എനിക്ക് വിജിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഈ റിട്ടയർമെന്റിനോട് അടുത്തിരിക്കുന്ന സാറിന് എന്നോടിങ്ങനെ പറയാൻ തോന്നിയല്ലോ. ഇവിടെ ജോയിൻ ചെയ്ത അന്ന് മുതൽ സാറിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. സാറിന്റെ പ്രായത്തെയും ഡെസിഗ്നേഷനും മാനിച്ചാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. മേലിൽ സാറിനെ ബുദ്ധിമുട്ടിക്കരുത്. പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഞാൻ. ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ സാറിനെ അനുവദിക്കണം, പ്ലീസ്. ഓട്ടോ, നമ്മളിലുള്ള ഈ പ്രേമബന്ധം ഓഫീസിൽ മറ്റാരും അറിയത് കേട്ടോ വിജി? കൂടെ പോകാറുന്നില്ലേ? ആ കുറുപ്പ് സാറിനെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട്. എങ്ങോട്ടെങ്കിലും ഒന്ന് ട്രാൻസ്ഫർ കിട്ടിയാൽ മതിയായിരുന്നു. അതിനിപ്പോ അയാൾ വേറൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ഒരു ചെറിയ കല്യാണം കഴിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. നല്ല കാര്യമല്ലേ അത്? അയാളുടെ കയ്യിൽ പൂത്ത പണമുണ്ട്. പോരാത്തതിന് സ്വന്തമായിട്ടൊരു പോസ്റ്റ് ഓഫീസ്. രണ്ടുപേർക്കും കൂടി പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ് അക്കൗണ്ട് ഒക്കെ തുടങ്ങി സുഖമായിട്ടാൻ കഴിഞ്ഞൂടെ? വേണമെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാം. പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്ന് പോകുന്നുണ്ടോ? നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോകുന്നില്ല. പിന്നെ സാർ എന്ത് ചെയ്യാൻ പോവുക? കുറുപ്പ് അങ്ങനെ ചോദിച്ചെന്ന് കരുതി അയാളെ പിടിച്ചു നിർത്തി താലിയൊന്നും കെട്ടില്ലല്ലോ. ഇനി കൂടുതൽ ശല്യം ഉണ്ടാക്കിയാ നമുക്ക് അപ്പം നോക്കാം. എന്താ? ചേട്ടൻ നാളെ ഒന്ന് ഓഫീസ് വരെ വരണം. അയ്യോ, നാളെ പറ്റില്ല. അതെന്താ?
നാളെ ഞങ്ങളുടെ MD സാക്ഷാൽ സോമശേഖരൻ നായർ ലാൻഡ് ചെയ്യുകയാണ്. ഫ്ലൈറ്റ് 4 hours ലേറ്റ് ആയിരുന്നു. ബാംഗ്ലൂർ ഭയങ്കര മഴ. റൺവേ മുഴുവൻ വെള്ളത്തിലായി. 4 ദിവസമായി വീട്ടിൽ നിന്ന് പോന്നിട്ട്. ട്രിവാൻഡ്രത്ത് മോൾ ഒറ്റയ്ക്കാ. ഇങ്ങേർക്ക് എവിടെ പോയാലും അവിടുന്ന് പോരണമെന്നില്ല. എന്റെ അച്ഛൻ മാധവൻ ഇങ്ങനെ പല സ്ഥലത്തും പോയി പെട്ടി കിടന്നിട്ടാ നമ്മുടെ ഡിക്സി കോളേക്ക് ഇത്രയും മാർക്കറ്റ് ഉണ്ടായത്. വായി നാദ്യ ആ മുറുക്കാനെടുത്ത് കളഞ്ഞിട്ട് മതി മാർക്കറ്റ് ഉണ്ടാക്കല്. സുമിത്രേ, എന്റെ അച്ഛന്റെ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ നിലയ്ക്ക് വളരാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത എനിക്ക് നിന്നെ കെട്ടിച്ചേരൂ. സുരേഷ് കേട്ടാൽ എന്താ, സോഡാമാധവന്റെ മകനാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. കഴിഞ്ഞതൊന്നും മറന്ന് സംസാരിക്കാൻ എന്നെ കിട്ടില്ല. അല്ലേടാ സുരേഷ്? അതെ. ആ അതെ. അരവിന്ദാക്ഷ മേനോൻ നമ്മളോട് മത്സരിക്കാനുള്ള പുറപ്പാടില്ല. നമ്മുടെ ഡിക്സി കോള പോലെ മിക്സി കോള എന്ന പേരിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിൽ ഇറക്കാനാണ് അയാളുടെ പ്ലാൻ എന്ന് ഞാൻ കേട്ടു. നമ്മുടെ കൂടെ നിന്ന് അയാളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. USA ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് കോൺസെൻട്രേറ്റ് സപ്ലൈ ചെയ്യാമെന്ന് ഓഫറുണ്ട്. സർ, നമ്മുടെ പ്രോഡക്റ്റ് എസ്റ്റാബ്ലിഷ് ആയ സ്ഥിതിക്ക് പുതിയൊരു പ്രോഡക്റ്റ് വന്നാൽ തന്നെ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് പറയാൻ പറ്റില്ല. മേനോനാള് മഹാവേന്ദ്രനാ, പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല. നമുക്ക് പബ്ലിസിറ്റി കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യണം സാർ. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് കണ്ടുപിടിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ സാർ. മോഡൽസിനെ വെച്ച് ഒരു പബ്ലിസിറ്റി ഫിലിം പ്ലാൻ ചെയ്യാം. ആ ഗുഡ് ഐഡിയ. പക്ഷെ ഈ ബ്രായും ഷെഡിയൊക്കെ ഇട്ടിട്ട് ബോംബക്കാരി മോഡൽസിന്റെ കളിയൊന്നും ഡിക്സിക്കോളയ്ക്ക് വേണ്ട. വളരെ നീറ്റായി ഡ്രസ് ചെയ്ത് മലയാളി പെൺകുട്ടികളെ വെച്ച് പ്ലാൻ ചെയ്തോളൂ ഒരു ഫിലിം. ഓക്കെ സാർ. ആ തന്നോടൊരു കാര്യം കാറിൽ വെച്ച് പറയണമെന്ന് കരുതിയതാ. ഈ 1-ാം തീയതി മുതൽ ഇയാൾ ഇവിടെ ഉണ്ടാവില്ല. GM ആയി ട്രിവാൻഡ്രം ഹെഡ് ഓഫീസിലേക്ക് ഇയാളെ ഞാൻ കൊണ്ടുപോയാണ്. പകരം ഈ ബ്രാഞ്ചിലെ മാനേജർ സുരേഷ് ആയിരിക്കും. താങ്ക് യു സർ. എടാ കൊറയാ, കുടിയൻ കൊറയാ, അടിക്ക്, വയറ് നിറച്ചടിക്ക്. എത്ര കുപ്പിയോടലും ഞാൻ ഇന്ന് പൊട്ടിക്കും. മണി ഈസ് നോട്ട് എ പ്രോബ്ലം. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. ഡിക്സി കോളയുടെ കൊച്ചിൻ മേഖലയിലെ മാനേജരാകാൻ പോകാനടാ ഈ സുരേഷ് കുമാർ. നിന്റെ ആ പെണ്ണിന്റെ ഭാഗ്യമാണടാ ഇതൊക്കെ. എന്റെ വിജി പാവമാണടാ. അവളെ ഞാൻ രക്ഷപ്പെടുത്തും. ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ വഹിക്കുന്ന ചുമട് താങ്ങിയാണടാ അവൾ. ചുമട് താങ്ങി. പക്ഷേ നിന്റെ തെൽമയുമായിട്ടുള്ള അഫയർ ഉണ്ടല്ലോ, അത് പ്രശ്നമാണ്. ഗുരു ശിഷ്യ പ്രേമബന്ധം അത് റോങ്ങാണേ. ഒന്ന് പോടാവേ. എടാ, ദിവ്യമായ പ്രേമം മാലാഖമാരെ പോലും കൂടുവിട്ട് പുറത്തിറക്കാറുണ്ട്. തെൽമയ്ക്ക് എന്നോട് ദിവ്യമായ പ്രേമമാണ്. പറയാ എന്ത് പറ്റി? എന്താണ് കാര്യം? പറയാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കാമുകിമാരുണ്ട്. നിങ്ങൾ അവരെ കല്യാണം കഴിക്കും, കുട്ടികളുണ്ടാവും. പക്ഷെ എന്റെ സ്ഥിതി അതാണോ? ഇന്നത്തെ ദിവസം കരയാനുള്ളതല്ല, ചിരിക്കാനുള്ളതാണ്. പറയാ ചിരിക്കണം, 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 ചിരിയടാ, ചിരിക്കണം. കനവിൽപ്പൂക്കൾ കവർന്ന മോഹം പോലെ മേഘച്ചുരുളിൽ താനേ വിരിയും താരാനിരകൾ മേലെ ചിരിക്കണം.
ശരിയടാ. കനവിൽ പൂത്ത കനകപ്പൂക്കൾ കവർന്ന മോഹം പോലെ മേഘച്ചുരുളിൽ താനേ വിരിയും താരാനിരകൾ മേലെ ശരിയടാ. കനവിൽ പൂത്ത കനകപ്പൂക്കൾ കവർന്ന മോഹം പോലെ മേഘച്ചുരുളിൽ താനേ വിരിയും താരാനിരകൾ മേലെ കനവിൽ പൂത്ത കനകപ്പൂക്കൾ കവർന്ന മോഹം പോലെ ചുരുളിൽ താനേ വിരിയും താരാനിരകൾ പിന്നും പൊന്നിരണം ചാർന്ന സുന്ദരികൾ അകലയോ അരികിലോ വർണ്ണം വിടരും ചെറിയാട്ടം ഉള്ളം പൂത്ത കനകപ്പൂക്കൾ കവർന്ന മോഹം പോലെ താരാനിരകൾ മേലെ സ്ഥിരമായ മാണിക്കെച്ചെപ്പും കൊണ്ടോടി ഒളിച്ചെന്നോ വാനോളം മാണിക്കെച്ചെപ്പും കൊണ്ടോടി ഒളിച്ചെന്നോ ദൂരെ ദൂരെ ഒരു കുഞ്ഞുരുത്തിൽ എള്ളോളം മാളത്തിൽ കൊണ്ടു നിറച്ചെന്നോ ദൂരെ ദൂരെ ഒരു കുഞ്ഞുരുത്തിൽ എള്ളോളം മാളത്തിൽ കൊണ്ടു നിറച്ചെന്ന് കണ്ടുപിടിക്കാം ഒന്നായി കനകം കൊയ്യാം കണ്ടുപിടിക്കാം ഒന്നായി കനകം കൊയ്യാം നാളെ നമ്മുടെ നാളുകളല്ലേ പോരും ചങ്ങാതി കനവിൽ പൂത്ത കനകപ്പൂക്കൾ കവർന്ന മോഹം പോലെ മേഘച്ചുരുളിൽ താനേ വിരിയും താരാനിരകൾ മേലെ ഇന്നും പൊന്നിൻ കിരണം ചാർത്തിയ സുവർണ സുന്ദരികൾ അകലെ വർണ്ണ സ്ഥിരമാല മാണിക്കെച്ചെപ്പം കൊണ്ടോടി ഒളിച്ചെന്നോ ദൂരെ ദൂരെ ഒരു കുഞ്ഞുരുത്തിൽ എള്ളോളം മാളത്തിൽ കൊണ്ടു നിറച്ചെന്നോ ദൂരെ ദൂരെ അണ്ടുകൊതിക്കും വെള്ളി അണ്ടുകൊതിക്കും അണ്ടുകൊതിക്കും പോലുകളല്ലേ പോലുകളല്ലേ അരികിലോ വർണ്ണം വിടർവിൽ തെളിയും സ്വർണ്ണത്തിരയാട്ടം ഉള്ളം ചുരുളിൽ അണ്ടുവിരിയും താരാനിരകൾ മേലെ ഇന്നും പൊന്നിൻ കിരണം ചാർത്തിയ സൂര്യവിരിയും വർണ്ണം വിടർന്നു ഒളിച്ചെന്നോ അണ്ടുകൊതിക്കും വെള്ളി അതിരാട്ടം കനവിൽ പൂത്ത കനകപ്പൂക്കൾ കവർന്ന മോഹം പോലെ മേഘച്ചുരുളിൽ താനേ വിരിയും താരാനിരകൾ മേലെ നിറയോളം ഉറഞ്ഞു പൊങ്ങിയ പുളകത്തിലെ നീരി ഭൂഗോളം കാൽ കീഴിലൊതുങ്ങി നിന്നെന്നോ നിറയോളം ഉറഞ്ഞു പൊങ്ങിയ പുളകത്തിലെ നീരി ഭൂഗോളം കാൽ കീഴിലൊതുങ്ങി നിന്നെന്നോ നീല നീലേ നീളം വർഷം കയ്യെത്തും ദൂരത്തായി ഇറങ്ങി വന്നെന്നോ നീല നീലേ
അല്പം ദൂരത്തായി ഇറങ്ങി വന്നെന്നോ സ്വർഗത്തെത്താം സപ്തസ്വരങ്ങൾ കേൾക്കാം സ്വർഗത്തെത്താം സപ്തസ്വരങ്ങൾ കേൾക്കാം സുരകന്യകളെ കണ്ടു നടക്കാം ഒരു ചങ്ങാതി കനവിൽ പൂത്ത കനകപ്പൂക്കൾ കവർന്ന മോഹം പോലെ മേഘച്ചുരുളിൽ താനേ വിരിയും താരാതിരകൾ മേലെ മിന്നും പൊന്നിൻ കിരണം ചാത്തിയ സുവർണ സുന്ദരികൾ അകലയോ അരികിലോ വർണ്ണം വിടരും യുതിയിൽ തെളിയും സ്വർണ്ണത്തിരയാട്ടം ഉള്ളം സ്വപ്നം കണ്ടുകൊതികും വെള്ളി കതിരാട്ടം കനവിൽ പൂത്ത കനകപ്പൂക്കൾ കവർന്ന മോഹം പോലെ മേഘതിരകൾ മേലെ അരികിലോ വർണ്ണം വെള്ളി കതിരാട്ടം കനവിൽ പൂത്ത കനകപ്പൂക്കൾ കവർന്ന മോഹം പോലെ മേഘച്ചുരുളിൽ താനേ വിരിയും താരാനിരകൾ മേലെ ഇന്നലത്തെ ഹാങ് ഓവർ മാറണമെന്നുണ്ടെങ്കിൽ കാലത്ത് തന്നെ 2 പെഗ്ഗൂടെ അടിക്കണം. ഓ, ഇന്നലെ എത്ര പെഗ്ഗാണ് അടിച്ചതെന്ന് ഒരു ഓർമ്മയില്ല. നീ വെള്ളം അടിച്ച ഭയങ്കര ബോറാ. നിർത്തി, ഇന്നലത്തോടെ നിർത്തി. കുടിച്ചാ മനുഷ്യന് ഇങ്ങനെ വെളിവേടുണ്ടാവൂ? വീട്ടിൽ നിന്ന് മമ്മിയുടെ കത്തുണ്ടായിരുന്നു, കുറച്ച് രൂപ അയച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. മേരി മെഴ്സി മത്സരിച്ച് പ്രസവിക്കാൻ വീട്ടിലൊന്നും നിൽക്കുന്നു. പെങ്ങന്മാര് കെട്ടിച്ചു വിട്ടാൽ മാത്രം പോരാ, പ്രസവം വരെ ആങ്ങളോട് എടുക്കണമെന്ന് വെച്ചാ. എടാ സുരേഷ്, 1000 രൂപ ഒപ്പിച്ചവരോടാ. ഉറങ്ങിക്കോ. 1000 രൂപക്ക് കള്ള് മേടിച്ചാണെങ്കിൽ ഒരു പ്രശ്നവും 10 രൂപ ചോദിച്ചാ ഭയങ്കര കൂർക്ക. നിനക്കിങ്ങനെ കൈ നീട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? കോർപ്പറേഷൻ ഓഫീസിലെ ടൗൺ പ്ലാനിംഗ് സെക്ഷനിലെ ക്ലർക്കല്ലേ നീ? ആ മേശ ഒന്ന് തുറന്നു വെച്ചാ പോരെ? നേർച്ചപ്പെട്ടിയിൽ വന്ന് വീഴുന്ന പോലെ പണം വന്ന് വീഴൂലേ? അങ്ങനെ പൈസ ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ഒരു മാസം എത്ര രൂപ ഉണ്ടാക്കാം? എനിക്കങ്ങനെ വാങ്ങിച്ച് ശീലമില്ല. നീ കൈക്കൂലി വാങ്ങിച്ചില്ലെങ്കിലും നിന്റെ സെക്ഷനിലുള്ളവർ വാങ്ങും. പേര് ദോഷം നിനക്ക് വരികയും ചെയ്യും. നാളെ മുതൽ ആ മേശ ഒന്ന് തുറന്നു വെക്ക്. പണം വന്ന് വീഴുന്ന നമുക്ക് കാണാം. എന്താ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്ന? അവനല്ലേ ഇരിക്കുന്നത്? കൊറിയ, നീ ആ മേശ ഒന്ന് തുറന്നു വെച്ചേ. നേർച്ചപ്പെട്ടിയിൽ വീഴുന്ന പോലെ പണം വന്ന് വീഴും. ഫയൽ കിട്ടുമോ ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ ഇന്നവനെ ഞാൻ ശരിയാക്കും. വാ. എക്സ്ക്യൂസ് മീ. എന്റെ പ്ലാൻ. തന്റെ പ്ലാനോ? അതെ. തന്റെ പ്ലാൻ ഞാൻ എങ്ങനെ അറിയാനാടോ? രാവിലെ മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോന്നോ ഒന്ന് ചോദിക്കും. അതല്ല സാർ, എന്റെ വീടിന്റെ പ്ലാൻ. KRP 138/32. അങ്ങനെ ഒരു പ്ലാൻ ഇവിടെ എത്തിയിട്ടില്ല. അല്ല, GCDAയിൽ അന്വേഷിച്ചപ്പോ 1 മാസം മുമ്പ് ഇങ്ങോട്ട് അയച്ചാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ കിട്ടിയിട്ടില്ല. നിങ്ങളെന്താളെ കളിയാക്കയ? മനുഷ്യനെ പട്ടിയും പൂച്ചയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കരുത്. നിങ്ങളുടെയൊക്കെ ഉദ്ദേശം മനസ്സിലായി. ഫയലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ അതെടുത്ത് പൂഴ്ത്തി വെച്ചിരിക്കല്ലേ? കൈക്കൂലി കിട്ടാൻ വേണ്ടി വായും തുറന്ന് വെച്ചിരിക്കല്ലേ? 10 പൈസ ഞങ്ങൾ തരില്ല. വേണമെങ്കിൽ 10 കൊല്ലം ഫയൽ പൂട്ടി വെച്ചോ. ഞാൻ ആവശ്യം പറയുന്നത് എന്താ ആവശ്യം ഞങ്ങൾ പറഞ്ഞ് അടുത്ത ഷെയ്ബ് പറ്റിക്കാൻ നടക്കുന്നു കള്ളന്മാര്. ചേട്ടാ, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിന്നെ ഇവിടുന്ന് കെട്ടിയടിച്ചില്ലെങ്കിൽ എന്റെ പേര് മറത്തിൽ ജോസഫ് എന്നല്ല, പറഞ്ഞേക്കാം. വാചക. സാറ് പൈസ ഒന്നും വാങ്ങാതെ ഇങ്ങനെ പുണ്യാളാണ്ടിരുന്നിട്ട് ഇപ്പൊ കിട്ടിയത് കണ്ടില്ലേ? സാറ് കാരണം ഞങ്ങൾക്കൊന്നും തടയുന്നില്ല. ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ. എന്ത് വേണ്ടെന്ന് വെച്ചിട്ട്? എനിക്കിട്ട് തല്ലുകൊള്ളണ്ടെന്ന് വെച്ചിട്ട്. അല്ല, അവന്മാരുടെ പ്രശ്നം ഉണ്ടാക്കോ? സാറിന് സസ്പെൻഷൻ ഉറപ്പാ. കക്കാത്തവൻ കട്ടപ്പോ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞ പോലെയായി നിന്റെ സ്ഥിതി. ആ ഫിലിപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ മേശയും തുറന്നു വെച്ചോണ്ട് അങ്ങനെ ഇരുന്നത്. അവസാനം ഞാൻ കൈക്കൂലി വാങ്ങുന്ന പെരുങ്കള്ളനാണെന്ന് പേര് കിട്ടിയത് മാത്രം വെച്ചു. ആ ചളിപ്പ് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ കുടിക്കുന്നത്. ചളിപ്പൊക്കെ മാറിയില്ലേ? ഇനി രണ്ടും കൽപ്പിച്ചിറങ്ങിക്കോ. കൈക്കൂലിയൊക്കെ വാങ്ങാൻ അതിനുവേണ്ടി ജനിച്ച ചില ആളുകളുണ്ട്. അവർക്കേ പറ്റും. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. കാര്യമില്ല. എന്റെ കാര്യം പറയുമ്പോ നിനക്ക് കാര്യമില്ല. 2 പെഗ് അടിച്ചപ്പോഴേക്കും ആളങ്ങ് ഫിറ്റായി പോയല്ലോ. ഒരു പെഗ്, ഒന്ന്, ഒരെണ്ണം എനിക്ക് വേണ്ട. നിനക്ക് ഇനി ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ?
1-ാം തീയതി മുതൽ നിനക്ക് ബംഗ്ലാവായി, കാറായി, വേലക്കാരായി. 31-ാം തീയതി നീ അങ്ങോട്ട് പോകും. ഞങ്ങള് പിന്നെ തനിച്ച്. ഡിക്സിക്കൊല കമ്പനിയുടെ മാനേജറുടെ കൂടെ താമസിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കെന്ന് തോന്നുന്നുണ്ടോടാ? കറക്റ്റ്, വാസ്തവം വാസ്തവം. നീ അത് മനസ്സിലാക്കിയല്ലോ. പോടാ, മാനേജർ ഞങ്ങൾക്ക് പുല്ലാണ്. ഒന്ന് പോടാ. ബസ് കിട്ടിയില്ലേ? ഇല്ല, ഒരു ബസ് നിർത്തുന്നില്ല. എന്താ ബസ്സിനൊന്നും ബ്രേക്ക് ഇല്ലേ? ബസ്സിൽ നല്ല തിരക്കായതുകൊണ്ടാ. അപ്പൊ എന്റെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചു. അതെന്താ? തനിക്ക് ബസ് കിട്ടണമെന്ന് തന്നെ. അല്ല, സമയം വൈകിയെങ്കിൽ ബൈക്കിന്റെ പുറകെ കയറുന്നു, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നും ഞാൻ ഈ ബൈക്കിൽ തന്നെയല്ലേ യാത്ര? ഈ ബൈക്കിലോ? അതെ, സങ്കല്പത്തിലാണെന്ന് മാത്രം. ആ സങ്കല്പം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കേൾക്കുമ്പോ ഞെട്ടരുത്. ഡിക്സിക്കോളയുടെ അസിസ്റ്റന്റ് മാനേജർ സുരേഷ് കുമാർ ഡിക്സിക്കോളയുടെ മാനേജരാകും. ആ, അടുത്ത 1-ാം തീയതി മുതൽ ചാർജ് എടുക്കുന്നു. MD തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞു. അതിനൊന്നും ഇപ്പൊ സമയമായിട്ടില്ല. സമയമായിട്ടില്ലേ? ഇല്ല. എന്നാ ഞാൻ പോട്ടെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാറ് കോളേജിലേക്കല്ലേ? വേണ്ട, ജസ്റ്റ് അങ്ങോട്ട് നടക്കാനല്ലേ ഉള്ളൂ. ഓ, അത് സാരമില്ല, സാറ് കയറിക്കോളൂ. സ്റ്റുഡൻസ് ഒക്കെ കണ്ടാ? സാറിന് ഇത്ര പേടിയാണോ? ഞാനൊരു സ്റ്റുഡന്റ് അല്ലേ. അതുകൊണ്ട് തന്നെ പേടി. ഒന്നുമില്ല, വരൂ സർ. അല്ല, തെറ്റാണെന്ന് എല്ലാവരും വിധി എഴുതും. 1000 തവണ മനസ്സും കുറ്റപ്പെടുത്തി. എന്നിട്ടും തെറ്റാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കുട്ടിയുടെ പ്രായം അതാ. സ്നേഹം എന്നൊക്കെ പറയുന്നത് മനസ്സിൽ മറച്ചു വെക്കാനുള്ളതല്ലല്ലോ, പ്രകടിപ്പിക്കാനുള്ളതല്ലേ സർ? കാലത്തെ നല്ല മൂഡിലാണല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? തന്നെ പിടിച്ച നന്നായി കേട്ടോ. ബസ് സ്റ്റോപ്പിൽ കണ്ടില്ല? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ലേറ്റ് ആയി പോയി. സുരേഷിന്റെ പേരിൽ വല്ല മണി ഓർഡറോ ലവ് ലെറ്റേഴ്സോ വല്ല ഉണ്ടോ നോക്ക്. ലവ് ലെറ്റർ? ബസ് സ്റ്റോപ്പിൽ കണ്ടില്ല? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ലേറ്റ് ആയി പോയി. സുരേഷിന്റെ പേരിൽ വല്ല മണി ഓർഡറോ ലവ് ലെറ്റേഴ്സോ വല്ല ഉണ്ടോ നോക്ക്. ലവ് ലെറ്റർ മണി ഓർഡർ ഒന്നുമില്ല, അറസ്റ്റ് വാറന്റ് ഉണ്ട്. അയ്യോ, അത് കലക്കി. നീ എന്റെ വൈഫ് ആവാൻ കറക്റ്റ് അർഹതയുള്ളത്. വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ? അതൊന്നും പറ്റില്ല. ഓ പിന്നെ. ഹലോ. എന്താ ഇവിടെ? അല്ല, വിജിയോട് ഒരു കാര്യം പറയാൻ വേണ്ടി. ഇത് റൊമാൻസ് ഓഫീസ് അല്ല, പോസ്റ്റ് ഓഫീസാണ്. ഓഫീസ് ടൈമിലാണോ സ്വീകരിക്കാൻ വരുന്നത്? എത്ര സ്റ്റൈലിൽ എവിടുന്നെങ്കിലും ഇറങ്ങും ജോലി ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. നിങ്ങൾ സീറ്റിൽ ജോലി. സർ, ഒരു അർജന്റ് മാറ്റർ പറയാനുണ്ടായിരുന്നു. വളരെ അർജന്റ് ആണെങ്കിൽ ഒരു ടെലിഗ്രാം അയച്ചാൽ മതി, അത് ഇവിടെ തന്നെ ചെയ്യാം. കുറെ ദിവസമായി ഞാനിത് കാണുന്നു. ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്. സമയത്തിനോ ജോലിക്ക് എത്തില്ല. എത്തിയാൽ തന്നെ വാല് പോലെ പുറകെ ചിലർ കൂടും. സുഖമോ ദേവി എന്നും ചോദിച്ചോണ്ട്. സർ, ഒരു മിനിറ്റ്. ഈ പാഴ്സൽ ക്ലിയറൻസിന്റെ ഒരു ഡൗട്ട് ഉണ്ട് സാർ. വന്നല്ലോ. അതിന്റെ ജോലിയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പോ. തന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായി. വയസ്സായില്ലയോടോ, ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിക്കൂടെ? പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലാൽ വിജിയോട് എന്തെങ്കിലും വേഷം കെട്ടെടുത്താലുണ്ടല്ലോ, പോയി പറയേണ്ട അടുത്ത് പോയി പറയും. ആരോടെന്നറിയാവോ? PMG, പോസ്റ്റ് മാസ്റ്റർ ജനറൽ. 2 ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തില്ല. ഭയങ്കര ടഫായിരുന്നല്ലേ ഇന്നത്തെ? അതെ അതെ. എന്താ അവിടെ കേട്ടു?
ഫാദർ ബെനഡിക്റ്റിന്റെ ശുപാർശ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടെ അപ്പോയിന്റ് ചെയ്തതെന്ന് മറക്കരുത്. നിങ്ങളെപ്പറ്റി സ്റ്റാഫെല്ലാം വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു PTയും സ്റ്റുഡന്റും തമ്മിലുള്ള അഫയേഴ്സിനെ കുറിച്ചെല്ലാം ചുമരുകളിൽ എഴുതി വെക്കുക, സ്റ്റുഡൻസും നാട്ടുകാരത് വായിച്ച് രസിക്കുക. ഛേ, ഇതിൽ പരം ഒരു നാണക്കേട് ഈ കോളേജിന് സംഭവിക്കാനുണ്ടോ? ലുക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനു മുമ്പ് ഈ കോളേജിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മിസ്റ്റർ ഫിലിപ്പ്, എനിക്കൊന്നേ പറയാനുള്ളൂ, ഇൻസ്റ്റിറ്റ്യൂഷന്റെ റെപ്യൂട്ടേഷനും ഡിസിപ്ലിനും കീപ്പപ്പ് ചെയ്യാം. സർ, പ്രിൻസിപ്പൾ അച്ഛൻ വിളിച്ചൊന്ന് ഉപദേശിച്ചപ്പോഴേക്കും തെൽമയോടുള്ള നിന്റെ ദിവ്യമായ പ്രേമമൊക്കെ കാറ്റി പറന്നുപോയോ? അതല്ലടാ, അവിടുത്തെ സ്റ്റുഡൻസിന്റെയും സ്റ്റാഫിന്റെ ഒക്കെ മുമ്പിൽ എന്റെ സകല ഇമേജും പോയി. ഇമേജാ? എന്ത് ഇമേജ്? ആ കൊച്ചിനെ പ്രേമിച്ചതിന്റെ വെളിച്ചത്തിലാണ് നിനക്കൊരു ചെറിയ ഇമേജ് ഉണ്ടായത് തന്നെ. കറങ്ങോ? അയ്യോ, अरे बदमाश ഓടണ്ടാ ഓടണ്ടാ മുർഗി മാറ്റായ അരേ നാരായൺ മഞ്ചക നീ എന്ത് വിചാരിച്ച എന്നെ കുറിച്ച്? ഓടണ്ടാ, ഓട്ടിക്കല്ലേ ശൈത്താൻ കി ബേട്ട. അരേ ഓടല്ലേ ഓടല്ലേ സുരേഷ് സുരേഷ് ഒന്ന് പിടിച്ചോളാ. മുझे ഉല്ലു ബനാത്താ ഹേ കുൽനാൻ. എന്താ കാര്യം, എന്താ കാര്യം? ഇയാൾ എന്നെ പറ്റിച്ചു, വഞ്ചകൻ. എന്റെ തെളിവുണ്ട്. നാരായൺ ഭായി ആരെയും എനിക്കറിയില്ല. വന്ന് കയറിയപ്പോഴായിട്ട് ഓടിക്കാൻ തുടങ്ങിയതാണ്. ഒന്ന് പിടിച്ചേര്, ഒന്ന് പിടിച്ചേര്. ബദ്മാഷ് പറ്റിട്ടുണ്ട് ഞാൻ. ഒരേ നരയൻ എന്നെ ഓടില്ല. അയ്യോ നാരായൺ ഭായി എവിടെ? ആവട്ടെ. എന്താക്കി? ഒന്നുമില്ല. അയ്യോ, എന്താ പ്രശ്നം? ബോംബെയില് 3 സാൽ എന്റെ പുറകെ നടന്ന് നടന്ന് ഇവരിലേക്ക് ആയ മേരാ സോണ മേരാ ദൗലത്ത് എല്ലായിടത്തും ഇയാളെ പുറവിൽ നിറങ്ങി പുറപ്പെട്ടവളാ ഞാൻ. 5 സാൽ ഓകയാ. ഇത്രയും വലിയ സൗകര്യം ഉണ്ടായിട്ടും എനിക്കൊരു ബേബിയെ പോലും ഇയാൾ തന്നില്ല. ബേബിയാ? ഏത് ബേബി? ബച്ച ബച്ച കുറ്റി കുറ്റി. അഭി ഒരു തുളസിയുടെ ലെറ്റർ ആകയാ. തുളസിയോ? അയ്യോ, തുളസി എന്റെ അമ്മാവന്റെ മകനാ. അവന്റെ കത്ത നീ ആ എടുത്തെന്ന് വാങ്ങി വായിച്ചോ. ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അമ്മായിക്ക് അസുഖം കൂടുതലാണ്, ഉടനെ എത്തണം എന്ന് മരുമകൻ തുളസീധരൻ. गायत्री बहन, ये हमारा नारायण भाई का अम्मावन का बेटा तुलसीधरन का चिट्ठी है. ये तुलसीधरൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കി കൊടുത്തു അവൾക്ക്. ഭഗവാൻ, അപ്പൊ തുളസി പെണ്ണല്ലേ? ആണാണ്, ആൺ തുളസി. അച്ഛാ അച്ഛാ. നീ എത്ര ഇടി ഇടിച്ചെന്നെ. മാഫ് കീജിയെ നാരായൺ. അല്ലാതെ ഇപ്പൊ എന്താക്കാന്? എനിക്കിത് തന്നെയല്ലേ പണി. അശ്ശോ, അയ്യോ, മാഫ് കീജിയെ. ഇതെന്ത് പറ്റി? സുഖമില്ലേ? ഓ ഒന്നുമില്ല, ഭയങ്കര ക്ഷീണം. ആ, അതൊന്നും സാരമില്ല. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ജോഗിങ് മുടങ്ങരുതെന്നാ. ഈ പാവയ്ക്ക ജ്യൂസും കുടിച്ചേ. ഓ, എന്തൊരു കയ്പ്. ചെറുപ്പത്തിൽ നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. 4 കാശ് കയ്യിൽ വന്നപ്പോ ഭക്ഷണം കഴിക്കാനുള്ള യോഗവും ഇല്ലാണ്ടായി. എല്ലാം ഈശ്വരന്റെ ഒരു കളിയായി. ആ പിന്നെ ഡൽഹിയിൽ നിന്ന് ഗോപിനാഥൻ വിളിച്ചിരുന്നു. US ടെലക്സ് മെസ്സേജ് ഉണ്ടത്രേ. എന്താ മെസ്സേജ്? പുതിയ ഓറഞ്ച് ഡ്രിങ്ക്സിന്റെ ഡീറ്റെയിൽസ് അയക്കുന്നുണ്ടെന്ന്. ഗായത്രി, നീ എത്രയും വേഗം മലയാളം പഠിച്ചിട്ടില്ലെങ്കിൽ എന്റെ ലൈഫും കൂടി കൊളാവും. തുളസീധരൻ തുളസി എന്നുള്ള പേരിലൊരു കത്ത് എഴുതിയതിന് നീ ഇന്ന് എന്തെല്ലാം ചെയ്ത്. ഇനി സുധയുടെ കത്തും കൂടി വന്നാലത്തെ സ്ഥിതി എന്താവും? സുധാകരനടി, തുളസീധരന്റെ അനുജൻ. ഇസ്ലിയെ നീ മലയാളം പഠിച്ചേ പറ്റൂ. അച്ഛാ തും സീക്കോ. ആ, നമുക്ക് ആദ്യമായിട്ട് അന്നത്തുനിന്ന് തുടങ്ങാം. അതേ പെണ്ണ? അന്നം അന്നല്ല, അന്നം ചോറാണ്. ഓ കല്ലൻ. കല്ലനും കൊല്ലനും ഒന്നല്ല, ചോറ് ചോറ് ഭക്ഷണം, റൈസ്. ചാവല്ല. ചാവലോ കൊല്ലലോ എന്തെങ്കിലും ആവട്ടെ. എന്നെ മലയാളം പഠിപ്പിച്ചു വരുമ്പോഴേ എന്റെ മലയാളം ഒരു വഴിയാവും. അതുകൊണ്ട് നീ എന്റെ ഹിന്ദി എന്ന് പറഞ്ഞു, അതാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും ടെൻഷൻ ഇല്ല. നാരായണൻ കെ നാരായണൻ, കുളക്കളത്തിൽ നാരായണൻ. കൊലക്കളത്തിൽ നാരായണനാ? കൊലക്കളം. എന്താ സാർ വിളിച്ചത്? ആ, സുരേഷ് ഇരിക്കെ. സുരേഷ് എന്നാ നാട്ടിൽ പോകുന്നു പറഞ്ഞത്? 28-ന്. എന്താ സാർ? ഞാനിപ്പോ സുരേഷിനെ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാ. കുറച്ചു നേരത്തെ MD എന്നെ വിളിച്ചിരുന്നു. 1-ാം തീയതി ചാർജ് എടുക്കാനാണല്ലോ സുരേഷിനോട് അന്ന് പറഞ്ഞിരുന്നത്. അതെ. ഇപ്പോ അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്.
എം ഡിയുടെ മിസ്സസിന്റെ റിലേഷനിൽപ്പെട്ട വൺ മിസ്റ്റർ വേണുഗോപാൽ MBA കാരനാ. അയാൾ 27 ഇവിടെ എത്തും. ചാർജ് അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ MD എന്നോട് നേരിട്ട് പറഞ്ഞാണല്ലോ. പിന്നെ ഇപ്പോഴിങ്ങനെ പെട്ടെന്ന്. അതൊക്കെ ശരി തന്നെയാ. മിസ്സസിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെ സ്വഭാവം സുരേഷിന് അറിയാമല്ലോ. ഇതൊരു തരം ചീറ്റിംഗ് ആയിപ്പോയി സാർ. ഈ സീനിയോറിറ്റിക്കൊന്നും യാതൊരു വിലയുമില്ലേ. സുരേഷ്, തനിക്ക് ഇനിയും സമയം കിടക്കുകയല്ലേ? ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ സ്ഥാനത്ത് സാറായിരുന്നെങ്കിൽ എന്ത് തോന്നുന്നു? കൂൾ ഡൗൺ സുരേഷ്. നോ, തിരുവനന്തപുരത്ത് പോയി MD യെ കണ്ട് 2 വാക്ക് നേരത്തെ ചോദിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ആ സോഡാക്കാരൻ മാധവന്റെ മോനല്ലേ ഇവന്റെ MD സോമശേഖരൻ പെൺകോന്തൻ. അയാളുടെയൊക്കെ വാക്കിന് എന്താണ് വില? പട്ടിക്ക് പണം ഉണ്ടാകണ പോലെ എങ്ങനെയോ കുറെ പണം ഉണ്ടായി. മാനേജറെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ആകെ ഷോക്കായി പോയി. എല്ലാവരോടും പറഞ്ഞും പോയി. ആ വിജി ഇതറിയുമ്പോ അവൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അയാളെ വെറുതെ വിടൂല. റാസ്കൽ. അയാളോട് നമുക്ക് ഇതിൽ പകരം വിടണം. ഇനിയിപ്പോ പകരം വീട്ടിട്ട് എന്ത് ചെയ്യാനാ? 1-ാം തീയതി മുതല് MBA കാരൻ വന്ന് മാനേജറായിട്ട് ചാർജ് എടുക്കും. ഇതൊരു തരം ചീറ്റിംഗ് ആയി പോയി. സ്റ്റാഫിനെയൊക്കെ ഞാൻ ഇനി എങ്ങനെ ഫേസ് ചെയ്യും? നമുക്ക് നല്ല പുളിച്ച തെറി പറഞ്ഞുകൊണ്ട് അയാൾക്കൊരു ലെറ്റർ അയച്ചാലോ? ലെറ്റർ ഒന്നുമല്ല അയക്കേണ്ടത്, അയാളെ പിടിച്ച് 2 പൊട്ടിക്കാണ് വേണ്ടത്. പൊട്ടിക്കാനൊക്കെ വരട്ടെ, ആദ്യം ലെറ്റർ അങ്ങോട്ട് ചെല്ലട്ടെ. ആ ലെറ്റർ പാഡ് എവിടെ? ആ, അപ്പൊ പേന എവിടെ? ഇംഗ്ലീഷിൽ എഴുതണോ മലയാളത്തിൽ എഴുതണോ? അയാൾക്ക് ഇംഗ്ലീഷും കുന്തോന്നും അറിഞ്ഞൂടാ, മലയാളത്തിൽ തന്നെ എഴുതിയാൽ മതി. എന്നാലേ തെറിക്കൊരു വെയിറ്റ് ഉണ്ടാവും. ആ പട്ടി കഴിവറ മോനെ, അങ്ങനെ തുടങ്ങിയാലോ? ആ എടാ പട്ടി കഴിവേറുടെ മോനെ, നീ ഇനി ഇങ്ങനെ ആരെയും ചീറ്റ് ചെയ്യരുത്. നീ എന്റെ ലൈഫാണടാ തകർത്തത്. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഐ വിൽ ഷൂട്ട് യു. അത് മലയാളത്തിൽ എഴുതിയാൽ മതി. ആ, കൊന്നുകളയും നിന്നെ ഞാൻ. നിന്നെ പോലുള്ള ഒരു പാസ്റ്റഡിന്റെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് മനസ്സില്ലടാ പട്ടി. മതിയോ? എങ്ങനെയുണ്ടല്ലോ എന്റെ ലാംഗ്വേജ്? മതി മതി, അധികം എഴുതി ചളമാക്കാൻ നിൽക്കണ്ട. ഉള്ള നല്ല വെയിറ്റിലിരുന്നോട്ടെ. ഒപ്പിട്. ഇങ്ങോട്ടാ ഓടാർന്ന് ഒപ്പിട്. ദേ ഇവിടെ. ആ കവർ എവിടെ? സ്റ്റാമ്പ് എവിടെ? ആ, ടു ദി മാനേജിംഗ് ഡയറക്ടർ, ഡിക്സി കോള, പോസ്റ്റ് ബോക്സ് നമ്പർ 27 ട്രിവാൻഡ്രം 7. ഇതിപ്പോ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. ഈ പാതിരാത്രിക്ക് വേണോ? നാളെ രാവിലെ മതി. ആ പോരാ, ഇവിടെ അടുത്തല്ലേ ലെറ്റർ ബോക്സ്. വാ. വാ വാ, നീ വാ. ഈ കുപ്പി ഇവിടെ ഇരിക്കട്ടെ. ആ കൊറയാ. എന്താ? വെള്ളം അടിച്ച് സ്റ്റഡി ആയില്ലെങ്കിൽ വീഴും. സ്റ്റഡി ആയില്ലെങ്കിലും വടിയാകാതിരുന്നാ മതി. ആ, നമുക്ക് ഇവിടെ ഇടാം. ഇവിടെ ഇടണ്ടടാ, നമുക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസിലിടാം. ഇവിടെ ഇട്ടാ മതി, അവിടെ വരെ ഒന്നും പോകാൻ എനിക്ക് വയ്യ. ഇവിടെ മതി. നീ നെക്സ്റ്റ് ക്ലിയറൻസ് എപ്പോഴാന്ന് നോക്ക്. നെക്സ്റ്റ് ക്ലിയറൻസ് 1110 AM. 11:10 വാടാ. എന്നാ അവർക്ക് ഇവിടെ ഇതൊക്കെ ഒന്ന് ശരിക്കും എഴുതി വെച്ചൂടെ? മതി. ഫോട്ടോ തെറ്റ് എഴുതി ഇപ്പൊ തന്നെ. ഉറങ്ങാനും സമ്മതിക്കത്തില്ല. സുരേഷ്, എന്താ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കോളിംഗ് ബെൽ സുൽത്താനേ. ഓഫീസിൽ പോണ്ടേ? ആ, ഇന്നലെ രാത്രി നന്നായി കുടിച്ചിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഫിലിപ്പും കുറവേ എവിടെ? അവന്മാർ എഴുന്നേറ്റിട്ടില്ല. ആ, ദാ എന്താ ഇത്? രസഗുള.
4 बजे उठते बनाए എവിടെ അവരൊക്കെ? അവന്മാർ ഉറങ്ങുക. ആഹാ, ആ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അത് സാരമില്ല, ഞാനല്ലേ അഡ്ജസ്റ്റ് ചെയ്തോളാം. ആ എന്നാ അങ്ങോട്ട് ചെല്ല്. ഉം. अरे भगवान क्या दर्शन. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അങ്ങോട്ട് ഞാൻ പോകണ്ട. ഇത്രയും ഞാൻ പോണേ. ആ. പാത്രം ഓഫീസ് വരുമ്പോ കൊണ്ടു തന്നാ മതിയേ. मैं जाता हूँ. अरे भगवान. क्या क्या नाരായൺ? അതെ നാരായണൻ, അരമണിക്കൂറായി നിന്നെ കാത്തോടെ വെയിറ്റ് ചെയ്യണേ. നീ എവിടെ പോയിരുന്നു? ഞാൻ സുരേഷിനും കുറവയ്ക്കും രസഗുള കൊടുക്കാൻ പോയതല്ലേ. ഹ, നിന്റെ രസഗുള കാരണമാണ് ഞാൻ ഇക്കോലത്തിലായത്. ഇനി ഔറ്റാലും നിന്ദിക്കണോ? ബൊംബായിൽ എങ്ങനെ ജീവിച്ച മനുഷ്യനാണ് ഞാൻ. അഭി ക്യാ ഹോ ഗയാ? ഇനി എന്ത് ക്യാഹോക? ഇങ്ങോട്ട് വാ, ഇതറാവോ, എന്ത്? എന്ത്? ഇവിടെ വാ. ഇനി മേലാല് ഇതിന്റെ മോള് ക്യാ? ഇതിന്റെ മോള് കയറിയിട്ടുള്ള രസഗുള കൊടുക്കലും ഞങ്ങളും വേണ്ട കേട്ടോ. പറഞ്ഞു തന്നേക്കാം. ഇനി അങ്ങനെ വേണോ? അവരിങ്ങോട്ട് വരും, ഞാനും ഇവിടെ ഉണ്ടാവും. അങ്ങനെ എന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ടുള്ള കൊടുക്കലും വാങ്ങലും ഒക്കെ മതി കേട്ടോ. അരേ ഭഗവാൻ. അല്ലെങ്കിൽ സഞ്ജയ് സഞ്ജയ് ഡേ, ഡേ, ഡേ. എഴുന്നേക്കാ. രണ്ടെണ്ണത്തിന് തുണിയില്ല, ഒരു പുല്ലുമില്ല. ആ ഗായത്രി പെണ്ണ് വന്ന് കണ്ടിട്ട് പോയി. എവിടെ? ആ, ഇതേതാണ് ഈ പാത്രം? ആ ഗായത്രി പെണ്ണിന്റെ രസഗുള. ഇങ്ങോട്ടുണ്ട്. ഇന്നലെ ലെറ്റർ എഴുതേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. ലെറ്ററോ? ഏത് ലെറ്റർ? ആ ഓർമ്മയില്ലേ, ഇവന്റെ എന്റെ തെറി പറഞ്ഞുകൊണ്ട് ഇന്നലെ ലെറ്റർ എഴുതിയത്. ആ അയാൾ കണ്ടയില്ലായ്മ കാണിച്ചാ പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ എന്തൊക്കെയാണ് എഴുതി കൂട്ടിയത്? വല്ല ഓർമ്മയുണ്ടോ? ഇവന്റെ എന്റെ ബാസ്റ്റ് അടങ്ങും തട്ടിക്കളയുന്നൊക്കെ പറഞ്ഞു. ആ ലെറ്റർ കയ്യിൽ കിട്ടിയ ഇവന്റെ ജോലി പോകുന്നുള്ള കാര്യം ഉറപ്പാ. ആ പോകുന്നെങ്കിൽ അങ്ങനെ പോട്ടെ. ഹലോ. സുരേഷ് ഉണ്ടോ? ഓ സുരേഷോ? വിളിക്കാം വിളിക്കാം. സുരേഷ് ഫോൺ. സുരേഷ്. സുരേഷ് ഇന്നെന്താ ഓഫീസ് വരായിരുന്നു? എനിക്ക് വല്ല സുഖമില്ലായിരുന്നു സാർ. ആ ഗ്ലാഡ് ന്യൂസ്. മൈ ഹാർട്ടി കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ സുരേഷ്. എന്താ സാർ? എം ഡിക്ക് സുരേഷിനോട് എന്തോ പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി എന്തോന്നും താല്പര്യമാണ് സാർ. വീണ്ടും സുരേഷിന് തന്നെ നറുക്ക് വീണിരിക്കുന്നു. 1-ാം തീയതി നിങ്ങൾക്ക് ചാർജ് ഹാൻഡ് ഓവർ ചെയ്യാൻ ടെലക്സ് മെസ്സേജ് വന്നിട്ടുണ്ട്. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു സാർ, താങ്ക് യു. അയ്യോ, അപ്പൊ ഞാൻ എന്തിക്ക് അയച്ച ലെറ്റർ? 10:55. അയ്യോ, നാരായൺ ഭായി, ഞാൻ കാറിന്റെ ക്യൂ എടുക്കുക. അപ്പൊ നിന്റെ ബൈക്ക് എവിടെ പോയി? ബൈക്ക് വർക്ക്ഷോപ്പിലാണ്, എല്ലാം പിന്നെ പറയാം. അപ്പേ സൂക്ഷിച്ചു പോണം. ക്ലച്ചിന് ലേശം പിടുത്തുണ്ട്. ഓ, എന്താടാ? ആകെ പ്രോബ്ലം ആയി. പ്രൊമോഷൻ മെസ്സേജ്. നമ്മൾ അയച്ച ലെറ്റർ എങ്ങനെയും എടുക്കണം. എടുക്കാം. ലെറ്റർ കളക്ട് ചെയ്യാൻ 11 ആൾ വരുന്നത്. ഇനി 5 മിനിറ്റ് സമയം. ആ എന്നാ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. നീ ഇത് പിടി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. വേണ്ടടാ, നമുക്ക് അയാൾ വരുമ്പോ ചോദിച്ചു വാങ്ങില്ലേ. അങ്ങനെ അടിക്കും വായി തോന്നുന്ന അക്കൗണ്ട് എഴുതി നോക്കും. ഇപ്പൊ കിടന്ന് ടെൻഷൻ എടുത്തിട്ട് എന്താ കാര്യം? നമ്മൾ ലെറ്റർ ഇതിന്റെ തന്നെയാണ്. ലെറ്ററും പോരുന്നില്ല, കയ്യും പോരുന്നില്ല. എന്തായത്? അതെ, ഞങ്ങള് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. എന്തിനാ? ഞാനൊരു ലെറ്റർ ഇതിനകത്ത് ഇട്ടിരുന്നു. അതെ, അതിനുള്ള ബോക്സ് അല്ലേ ഇത്? അതെ. പിന്നെ
വലിയ ഉപകാരമായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്ത ആ ലെറ്റർ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. പോസ്റ്റ് ചെയ്ത ലെറ്റർ തിരിച്ചു തരാൻ അതെ, അതിനുള്ള അധികാരമൊന്നും എനിക്കില്ല. അധികാരം ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന്റെ പേരിൽ ചെയ്യാവുന്ന ഒരു സഹായം. ഒരു ഹെൽപ്പ് പോലത്തെ. എന്റെ ലെറ്റർ ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാം. ബുദ്ധിമുട്ടണമെന്നില്ല, സോർട്ടിങ്ങിനെ പോസ്റ്റ് ഓഫീസിൽ ആളുണ്ട്. ചേട്ടാ, വളരെ സീരിയസ് മാറ്റർ ആണ് ആ ലെറ്ററിലുള്ളത്. അഡ്രസ് ചെയ്ത ആൾക്ക് കിട്ടാൻ പാടില്ല. എന്തായാലും ലെറ്റർ ഞാൻ തിരിച്ചു തരില്ല, വേണമെങ്കിൽ പോസ്റ്റ് മാസ്റ്റോടെ ഒന്ന് വാങ്ങിച്ചോളൂ. ചേട്ടാ സാറേ, ചേടാ, ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെമ്പിളർക്ക് ലവ് ലെറ്റർ എഴുതും, എന്നിട്ട് കയ്യൂക്കുള്ള ആംഗളമാരായെന്ന് രണ്ട് കിട്ടുമ്പം ലവ് ലെറ്റർ വന്നിച്ച് പോസ്റ്റ്മാന്റെ പിന്നാലെ. ഉമ്മാർക്കൊക്കെ വേറെ കുഴപ്പില്ല. ഇപ്പോൾ ആ കുഴപ്പമായല്ലോടാ. ലെറ്റർ എം ഡിക്ക് കിട്ടിയാൽ നമുക്ക് ഏതായാലും പോസ്റ്റ് ഓഫീസിൽ ചെന്ന് വിവരം പറഞ്ഞാലോ? ആ പോസ്റ്റ് മാസ്റ്റർ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല. അയാൾ എനിക്ക് ആ ലെറ്റർ വരുത്തില്ല. ഒരു ഐഡിയ, നമുക്ക് ആ കള്ള റാസ്കലിന്റെ പുറകെ ചെന്ന് ആ ലെറ്റർ ബാഗ് ഇങ്ങോട്ട് തട്ടിപ്പറിച്ചാലോ? ഓ, അത് കുഴപ്പമില്ലേ? ഏതായാലും നമുക്ക് അവനെ ഫോളോ ചെയ്യാം. ഇതിന്റെ മാക്സിമം സ്പീഡിൽ നിന്നാ തോന്നുന്നത്. അപ്പൊ ആളുകൂടി ഞാൻ തക്കത്തിന് വേഗം കൊണ്ട് നോക്കുക. ഓളാ മണ്ടത്തരം പറയാം. ആ സൈക്കിളിന്റെ സ്പീഡ് കാറിന് കിട്ടണ്ടേ? ഒരു സൈക്കിൾ കിട്ടിയാലും മതിയായിരുന്നു. ചേട്ടാ, ഒരു വിവരം പറഞ്ഞോട്ടെ. നിങ്ങൾ ഇവിടെ പോന്നു. തള്ളിക്കോ തള്ളിക്കോ. കൈവണ്ടിയാണ്. അതെ, നടക്കൂല. ഞാൻ ചോദിച്ചാൽ ഏതായാലും കുറുപ്പ് സാർ ലെറ്റർ തരില്ല. നിങ്ങൾ തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. കമ്പനി എത്ര വേണമെങ്കിലും കൊടുക്കാം, എമൗണ്ട് നമുക്കൊരു പ്രശ്നമല്ല. എന്തായാലും ആ ലെറ്റർ തിരുവനന്തപുരത്തേക്ക് പോകാൻ പാടില്ല. അതിനുള്ള വഴി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വിധി പറഞ്ഞ പോലെ നമുക്ക് അയാളോടൊന്ന് ചോദിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ് സർ. ഞങ്ങളാ ഇന്ദിരാനഗറിലെ ലെറ്റർ ബോക്സിൽ തിരുവനന്തപുരത്തേക്കുള്ള ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ലെറ്റർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് തിരിച്ചു കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? തിരുവനന്തപുരത്തേക്ക് അയച്ച ലെറ്റർ നിങ്ങൾക്ക് തിരിച്ചു തരാനോ? ഇവൻ അയച്ചതാ ഡിക്സിക്കൊള്ളാട് എം ഡിക്ക്. നിർത്തൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ എന്താ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ സ്റ്റാഫിനെ ഫോളോ ചെയ്ത് ലെറ്റർ തട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഇതിനൊക്കെ ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയാം. പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. നോൺസെൻസ്. സർ പ്ലീസ്, ആ ലെറ്ററിലുള്ളത് വളരെ സീരിയസ് മാറ്ററാണ്. അത് തിരിച്ചു തരണം. ഐ എം സോറി, യു ക്യാൻ ഗോ. സർ പ്ലീസ്. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. പ്ലീസ് സർ. ബാ ബാ. വിജി, ഇനി വിജി വിചാരിച്ചാൽ മാത്രമേ ആ ലെറ്റർ എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ എന്റെ ജോലി പോവും. ഞാൻ എന്ത് ചെയ്യണമെന്ന് സുരേഷ് പറയുന്നേ? ലെറ്റർ തിരുവനന്തപുരത്തേക്ക് പോയിട്ടില്ല. ഇല്ല. ഇപ്പൊ ലഞ്ച് ടൈം അല്ലേ, സ്റ്റാഫ് ആരും ഉണ്ടാവില്ല. സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് ആ ലെറ്റർ എടുത്ത് മാറ്റിയാൽ മതി. അയ്യോ, ആരെങ്കിലും കണ്ടാ? എങ്ങനെയെങ്കിലും ആ ലെറ്റർ എടുത്തില്ലെങ്കിൽ പ്രോബ്ലം ആണ് വിജി. പ്ലീസ്.
ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? സംഭവിച്ചെന്താണെന്ന് വെച്ചാ പറ മോളെ. അത് നീ എന്താ മറച്ചു വെക്കുന്നത്? പറയൂ. എന്റെ കയ്യിൽ നിന്ന് 2 കത്ത് മിസ്സായിപ്പോയി. അതിന് 2 കത്ത് കയ്യിൽ നിന്ന് പോയെന്ന് കരുതി നിന്നെ ജോലിയിൽ സസ്പെൻഡ് ചെയ്യോ? ഇനി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും മോളെ? നീ അവിടെ ചെന്ന് കൂടുതൽ വർത്താനൊന്നും പറയണ്ട. അതെന്താ? പറഞ്ഞാൽ അബദ്ധമാവും. അത് തന്നെ. അപ്പൊ ഞാനൊന്നും പറയണ്ട്. നമ്മൾ വിജിയുടെ കൂടെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ ചെന്നോടി പറഞ്ഞേക്കാം. ചോദിച്ചാ പറഞ്ഞാ മതി. അപ്പൊ അവര് ചോദിച്ചില്ലെങ്കിലാ? നീ ഇങ്ങോട്ട് പറ. ഇവിടെ ആരുമില്ലേ? ആരാ അത്? വിജി, ഞങ്ങളാണ്. ആരാ? ഞങ്ങള് വിജിയുടെ കൂടെ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നവരാ. മോളെ വിജി, ഇരിക്കൂ. ഓ വേണ്ട. എന്റെ മോളടുത്തുനിന്ന് 2 കത്ത് പോയെന്ന് കരുതി അവളെ ജോലിന്ന് പുറത്താക്കൂ? ഏയ് അതൊന്നും സാരമില്ല. ഞങ്ങൾ യൂണിയനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചക്കകം വിജിയെ തിരിച്ചെടുക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. വിജി, ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്ന 1 മിനിറ്റ്. ഏതായാലും അമ്മയോടൊക്കെ കത്ത് മിസ്സായതാണ് കാരണം എന്ന് പറഞ്ഞു തന്നെ. ഞങ്ങളും വിജിയുടെ കൂടെ ജോലി ചെയ്യുന്നവരാണെന്നാ പറഞ്ഞിരിക്കുന്നത്. വിജി, കരയൊന്നും വേണ്ട. സസ്പെൻഷനൊക്കെ പിൻവലിക്കാനുള്ള എല്ലാ വഴിയും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഏതായാലും രാത്രിത്തെ ട്രെയിനിൽ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകും. ഞങ്ങളയച്ച കത്തും ആ ട്രെയിനിലാണല്ലോ പോകുന്നത്. വിജി, ഞങ്ങൾ ഏതായാലും പോയിട്ട് വരട്ടെ. എന്റെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വിജി ചെയ്ത സഹായം അതിപ്പോ ഇങ്ങനെയായി. സോറി. വാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ശരി. വാ. വരട്ടെ. നാളെ രാവിലെ 10 മണിക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് പോസ്റ്റ് എടുക്കാൻ പ്യൂൺ ചെല്ലും. അവൻ എന്തെങ്കിലും സംതിങ് കൊടുത്താ ലെറ്റർ നമുക്ക് കൈക്കലാക്കാം. ഇനി അവിടുത്തെ പ്യൂണും ഇവിടുത്തെ പോസ്റ്റ് മാഷെ പോലെ കഞ്ഞിയാവോ? ഏയ്, ഇതങ്ങനെയല്ല. എനിക്ക് നേരിട്ടറിയാവുന്ന ആളാ. ഇവിടുത്തെ ബ്രാഞ്ച് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന. എന്നാ പിന്നെ നിനക്ക് ആ വിവരം നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ആ ഐഡിയ എനിക്ക് ഇപ്പോഴല്ലേ കിട്ടിയത്. നമുക്ക് അവിടെ ചെന്ന് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് ഫ്രഷ് ആയിട്ട് 10 മണിക്ക് ഹെഡ് ഓഫീസിലേക്ക് പോയാൽ പോരെ? എന്തോ ഹോട്ടലാക്കുന്നതിന് നമുക്ക് കോള ITDC പോയി ഒരു സൺബാത്തും ഒക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഞാൻ റെഡി. ഒരു കാര്യം ചെയ്യാം. കോവളത്ത് നമുക്ക് പോസ്റ്റ് മാസ്റ്റർക്ക് ഫോൺ ചെയ്ത് ലെറ്റർ റൂമിലേക്ക് കൊണ്ടുവരാൻ പറയാം. അത് അയാൾക്ക് ബുദ്ധിമുട്ടാവൂ? ഓടാ അവിടെ നിന്ന്. ബാഗ് പെട്ടിയെടുക്കടാ. ആദ്യം പോയി നമ്മൾ ഹോട്ടലിൽ റൂം എടുക്കും. അതിനുശേഷം ഹെഡ് ഓഫീസിൽ പോയി പ്യൂണിനെ കാണും. പ്യൂൺ അവിടെ തന്നെ കാണും. ഓർക്കുമ്പോൾ പേടിയാവും. എന്തൊക്കെയാ ലെറ്ററിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? അതങ്ങനെ MD യുടെ കയ്യിൽ കിട്ടിയാലുള്ള സ്ഥിതിയൊന്ന് ആലോചിച്ചു നോക്കും. നമസ്കാരം സാർ. നമസ്കാരം. എന്താ സാർ രാവിലെ? ഞാൻ ഇന്നലെ ഒരു മാരേജ് റിസപ്ഷന് വേണ്ടി വന്ന. MD സ്ഥലത്തുണ്ടോ? ഉണ്ടല്ലോ. വെളുപ്പിന് 3 മണിക്കാ കോഴിക്കോട്ട് എത്തിയത്. റെസ്റ്റ് ഹൗസിലുണ്ട്. നമ്മുടെ പ്യൂൺ ചന്ദ്രൻ എവിടെയാ താമസിക്കുന്നത്? ആ ചന്ദ്രനോ? അവന് കൊല്ലത്ത് ട്രഷറി ജോലി കിട്ടി പോയിട്ട് 2 മാസമായല്ലോ. എന്താ സാർ? ഒന്നുമില്ല. അവനെ കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്താണ്? പ്യൂൺ ചന്ദ്രന് വേറെ ജോലി കിട്ടിപ്പോയി. ആ കൂടെ കുഴപ്പമായെന്നാ തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. MD റെസ്റ്റ് ഹൗസിലുണ്ടെന്നല്ലേ പറഞ്ഞു. നീ നേരിട്ട് ചെന്ന് ഉണ്ടായ സംഭവം തുറന്നു പറ. വേറെ ആളെ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്തപ്പോ ഉണ്ടായ ദേഷ്യത്തിന് സ്മോൾ അടിച്ച് എഴുതി പോയാണെന്ന് പറയണം. അയാൾ ആളൊരു രസികനാണെന്നാണല്ലോ നീ പറയാറുള്ളത്. അത് മതിയടാ. വേണമെങ്കിൽ അങ്ങയുടെ കാലത്തിൽ സാഷ്ടാംഗം പ്രണമിച്ച് 2 സെന്റിമെന്റ്സ് ഡയലോഗും കാട്ടാം. ഞാൻ ചെന്ന് പറഞ്ഞു നോക്കല്ലേ. നിങ്ങൾ വണ്ടിയിലിരുന്നാ മതി. ഞാൻ പോയി സാറിനെ കണ്ടിട്ട് വരാം. ശരി, വേഗം വാ. വണ്ടി തിരിക്കും.
നിങ്ങൾ വണ്ടി കയറി. പോലീസ് വണ്ടി വേഗം വിട്ടോളൂ, സമയം ഒരുപാടായി. തിരിഞ്ഞു നോക്കല്ലേ എളുപ്പം ഫിലിപ്പേ, കാശ് കൊടുത്തരാം. അത്രയിലോട്ട് വേണമെങ്കിൽ താക്കോല് ഇവിടെ തന്നെ കാണണം. നമ്മളെ തന്നെ ഐജിക്കുള്ള സൂട്ട് റെഡിയല്ലേ? വന്നാൽ ഉടനെ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യണം. ഓ, ഒന്ന് പെട്ടെന്ന് തുറക്കണം. അതടച്ചേക്കാം. പോലീസിനെ കണ്ടപ്പോ ഞാൻ പേടിച്ചുപോയി. നമ്മളെ പറയുമെന്നാന്ന് വിചാരിച്ചു. ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്കൊരു സ്ഥലം വിടാം. നീ എന്തായി പറയുന്നത്? ആ ലെറ്റർ കൈ കിട്ടാതെ എങ്ങനെ തിരിച്ചു പോകും? നമ്മൾ വെറുതെ വെള്ളമടിച്ച് ഫിറ്റായപ്പോ എഴുതിയത് ഒരുമാതിരി ആറാൻ പറ്റിയ പോലെയായി. MD മരിച്ചു കിടക്കുന്ന മുറിയിൽ ആ ലെറ്റർ കൈ കിട്ടാതെ എങ്ങനെ തിരിച്ചു പോകും? നമ്മൾ വെറുതെ വെള്ളമടിച്ച് ഫിറ്റായപ്പോ എഴുതിയത് ഒരുമാതിരി ആറാൻ പറ്റിയ പോലെയായി. MD മരിച്ചു കിടക്കുന്ന മുറിയിൽ ഞാനായിരിക്കും ആദ്യം ചെന്ന് കയറിയിട്ടുള്ളത്. ഇനി അമ്മായി പോലീസ് എങ്ങനെ കൊണ്ടുവന്ന? അതിന് നീ ഡെഡ് ബോഡി തൊടുകയൊന്നും ചെയ്തില്ല? ഏയ്, തൊട്ടിട്ടില്ല. എന്നാ പേടിക്കാനില്ല. പോലീസ് നായിക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. ആരായിരിക്കും ഒരാളെ കൊന്നത്? ആരായാലും ആ എഴുത്ത് ആരുടെയെങ്കിലും കൈ കിട്ടിയ ആ നിമിഷം ഞാനകത്താവും. ഇനി അയാൾ ചത്തോരും ആരും അറിഞ്ഞിട്ടില്ലെങ്കിലോ? നമുക്ക് പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞാലെന്താ? പോലീസിൽ വിളിച്ച് പറഞ്ഞ് പോലീസ് വരുമ്പോ കൊന്നത് ഇവനാണെന്നൂടെ പറ. ഒന്ന് പോടാ അവിടുന്ന്. ഒപ്പിട്ടത് അവനാണെങ്കിലും എഴുതിയത് ഞാനാ. ഹാൻഡ് റൈറ്റിംഗ് നോക്കി പിടിച്ച നമ്മുടെ രണ്ടുപേരുടെയും കാര്യം പോക്കാം. പോസ്റ്റ് ബോക്സിൽ നിന്ന് ലെറ്റർ എടുത്തോണ്ട് പോകുന്നതിന് മുമ്പ് അവിടെ ചെന്ന് ആ പ്യൂണിനെ കണ്ടുപിടിക്കണം.
എന്നാ കാശി ബാക്കി വെച്ചോ. സാധാരണ എത്ര മണിക്കാണ് പ്യൂൺ വരാറ്? സാധാരണ 10 മണിക്കാ. 10 മണിയായാലും അത് ശരിയാകുന്നില്ല. ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. സമയം 10:30 കഴിഞ്ഞല്ലോ. ചേടാ, എന്തൊരു ഫൂളിഷ്നെസ്സാ നമ്മൾ ഈ കാണിച്ചത്. എന്താണ്? ഇന്ന് MD മരിച്ച ദിവസമല്ലേ? ഓഫീസ് അവധിയായിരിക്കും. ആരാ ലെറ്റർ എടുക്കാൻ വരുന്നത്? പറഞ്ഞ പോലെ ശരിയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചാണ്. നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാം. എന്ത് അബദ്ധമാണ് നീ പറയുന്നത്? അവിടെ നിറയെ പോലീസുകാരായിരിക്കൂലേ? നമ്മളെ റെസ്റ്റ് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടത് ആ വാച്ച്മാനാ. പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ നമ്മൾ മുതലാളി അന്വേഷിച്ചു തന്ന കാര്യം അയാൾ പറയുന്നു ഉറപ്പാ. അയ്യോ, എന്നാ ഇപ്പൊ തന്നെ നമുക്ക് വാച്ച്മാനെ നോക്കി കണ്ടാലോ? സബാഷ്. നീയാണല്ലേ വാച്ച്മാൻ? KLV 4960 ജീപ്പിൽ വന്നവരെ നീ കണ്ടിട്ടില്ല? ഞാനൊന്നും കണ്ടിട്ടില്ല. എന്നെ ഉപദ്രവിക്കരുത്, എന്നെ വെറുതെ വിടാം. ഇല്ല, നീ ഇനി ഇവിടുന്ന് പുറത്തു പോവില്ല. ആ വാച്ച്മാനെ ചോദ്യം ചെയ്യാൻ പോലീസുകാർ കൊണ്ടുപോയെന്നാ തോന്നുന്നത്. ഏയ്, ഫ്യൂണറൽ കഴിയാതെ ചോദ്യം ചെയ്യലൊന്നും ഉണ്ടാവില്ല. അയാൾ MDയുടെ വീട്ടിൽ തന്നെ കാണും. എന്നാ നമുക്ക് MDയുടെ വീട് വരെ ഒന്ന് പോയാലോ? എന്നോട് വളരെ താല്പര്യമുള്ള ആളായിരുന്നു സോമശേഖരൻ സാർ. അല്ലെങ്കിൽ മിസസിന്റെ ഹൈ പ്രസിംഗ് ഉണ്ടായിട്ടും എന്നെ തന്നെ മാനേജറായിട്ട് പ്രൊമോട്ട് ചെയ്യൂ. ഇപ്പൊ നമ്മളവിടെ പോകുന്നത് അത്ര പന്തിയല്ലെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏത് ഗതികെട്ട നേരത്താണോ ആ ലെറ്റർ എഴുതാൻ തോന്നിയത്? MDയുടെ മരണത്തെക്കുറിച്ച് പുറത്തുള്ള ടോക്ക് എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. ആര് കൊന്നായാലും ആ ലെറ്റർ അവന്മാരെ കൈ കിട്ടിയാൽ ഞാൻ തൂങ്ങിയത് തന്നെ. നീ കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും പോലീസുകാർ ഇടിച്ച് നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കും. കരുനാക്കോട്ടൊന്ന് പറയടാ. നീ എല്ലാം കൂടെ ചേർന്നല്ലേ എടുത്തെഴുതിയത്? എന്നിട്ടിപ്പോ ദ്രോഹികള്. നിക്ക്, ആ വാച്ച്മാൻ ഇവിടെ വല്ലയിടത്തും ഉണ്ടോന്ന് ശ്രദ്ധിച്ചോളാം. കാണുന്നില്ലല്ലോ. അയാളെ പോലീസ് വെക്കുന്നുള്ള കാര്യം ഉറപ്പാ. നീ ഒന്ന് ചുമ്മാ തിരി. നീ ചെല്ല്. ബോംബെയിലേക്കും ഡൽഹിയിലേക്കും ടെലിഗ്രാം കൊടുത്തേക്കും. ആ, സുരേഷ് ഇപ്പോഴാണ് എത്തിയത്? അതെ സാർ, അറിഞ്ഞ ഉടനെ വണ്ടി എടുത്ത് പോന്നു. എന്താ സാർ സംഭവിച്ചത്? ഇന്നലെ രാത്രി വളരെ വൈകിട്ടാണ് സാർ കാലിക്കറ്റിൽ നിന്ന് വന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇങ്ങോട്ട് വരാതെ നേരെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത്. രാവിലെ സ്വീപ്പർ റൂം ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോ ഡെഡ് ബോഡിയാണ് കണ്ടത്. ഇറ്റ് വാസ് മർഡർ. സ്ട്രഗ്ലിംഗിന് ശേഷം കൊല നടന്നിരിക്കുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എടാ, വല്ലാത്ത വിശപ്പ്. മണി 12 കഴിഞ്ഞ്. വല്ലതും കഴിക്കണ്ടേ? വിശന്ന് കുടലി വരികയാണ്. നിനക്ക് ഈ തിന്നണമെന്നുള്ള വിചാരമില്ലാതെ വേറെ ഒരു ചിന്തയില്ലേ? നാളെ എനിക്ക് ഓഫീസിൽ പോകേണ്ടതാണ്. 5 മണിക്കുള്ള വണ്ടിക്ക് പോയാലെന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് പോവാടാ. എനിക്ക് നാളെ കോളേജിൽ പോകേണ്ടതാണ്. ഈ അവസ്ഥയിൽ എന്നെ തനിച്ചാക്കിയിട്ട് പോണെന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. എടാ, മണി 12 കഴിഞ്ഞില്ലേ? പത്രം വന്നിട്ടുണ്ടാവും. നമുക്ക് ബസ് സ്റ്റാൻഡിൽ ചെന്നൊരു പത്രം വാങ്ങി നോക്കാം. MDയുടെ മരണത്തെക്കുറിച്ചുള്ള വല്ല ന്യൂസും ഉണ്ടാവും. വാ. ആ, ഇവിടെ ഉണ്ട് ഇന്നത്തെ പേപ്പർ. രക്ഷപ്പെട്ടടാ. വാച്ച്മാൻ ഒളിവിലാണെന്നല്ലേ എഴുതിയിരിക്കുന്നത്. ആ വാച്ച്മാൻ തന്നെ ആയിരിക്കും തട്ടിയത്. അല്ലെങ്കിൽ പിന്നെ അവൻ ഒളിവിൽ പോണ്ട വല്ല കാര്യമുണ്ടോ? അവനാള് ഭയങ്കര ബുദ്ധിമാനാടാ. അവൻ കൊല ചെയ്തിട്ട് ഇവനെ റെസ്റ്റ് ഹൗസിലേക്ക് പറഞ്ഞു വിട്ട കാരണം എന്താണെന്ന് അറിയാമോ? കൊലക്കുറ്റ ഇവന്റെ ആലയെ തന്നെ കെട്ടിവെക്കാനാണ്. എന്നാൽ ഇനി ഒന്നും ആലോചിക്കാനില്ല. എങ്ങനെയെങ്കിലും ആ ലെറ്റർ കൈക്കലാക്കണം. വാ.
പോസ്റ്റ് ബോക്സ് നമ്പർ 27 ഇല്ലേ അയാൾ തുറക്കുന്നത്? അതല്ലേ ഡിക്സിക്കോളയുടെ പോസ്റ്റ് ബോക്സ്? അതെ. എടാ അയാൾ വരുമ്പോ എന്തെങ്കിലും പറഞ്ഞ് നീ ആ ലെറ്റർ അയക്കലാക്കാൻ നോക്ക്. ഇതിലെന്തോ കുഴപ്പമുണ്ട്. ആദ്യം വന്നവൻ കമ്പനിയിലെ പ്യൂൺ ആയിരിക്കത്തില്ല. വാ നമുക്ക് നോക്കാം. അയാൾ പിന്നാലെ പോകുന്നുണ്ടോ? നമുക്കൊന്ന് ഫോളോ ചെയ്യാം. ഡേയ്, ഒരു വണ്ടി വിളിച്ചേ. ഓട്ടോ വിട് വിട്. എങ്ങോട്ടാ സാറേ? അങ്ങോട്ട് വിട്ടു. എളുപ്പം പോട്ടെ. കുറച്ചുകൂടെ സ്പീഡിൽ പോകും. ആ വേണ്ട പറയുമോ? ആ കുറച്ചുകൂടെ സ്പീഡ് വിട്. എടാ ഇതൊരു ഗ്യാങ് ആണെന്ന് തോന്നുന്നു. എംഡിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഈ ഗ്യാങ് ആയിരിക്കും. അതൊന്നും ആയിരിക്കൂല. MD തട്ടിക്കളയെന്നും പറഞ്ഞ് വേറെ ഏതെങ്കിലും ബ്രാഞ്ചിന് നീ എഴുതിയ പോലെ തന്നെ ആരെങ്കിലും ലെറ്റർ എഴുതി കാണും. അവരായിരിക്കുള്ളൂ. നിർത്ത് നേരെ ഒന്നും ഉണ്ടായിരുന്നു. സ്പീഡ് വിടാൻ എളുപ്പം വിട്. ആ വണ്ടി ഓർത്തേക്ക് ഇടി വിടാച്ചാന്. ഇതിന്റെ സ്പീഡിൽ വേണമെങ്കിൽ സാർ ഒരു കാർ എടുത്തോ. ഒരു കാര്യം വരുമ്പോ ഒരു സ്പീഡും ഇല്ല. ഓ അതിനിടയ്ക്ക് മുടിഞ്ഞൊരു കയറ്റവും. ഇവന്മാരിത് എങ്ങോട്ട് പോയി? നിക്ക് നമ്മളെന്താ എത്ര കഷ്ടപ്പെട്ട അവരെ പറയുവാണത്? നിനക്കാ ലെറ്റർ കിട്ടിയാ പോലെ. അയ്യോ ലെറ്റർ ഇപ്പൊ ഓഫീസിലെത്തി കാണും. വണ്ടി തിരിച്ചു വിടും. നിനക്ക് അന്ന് ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? ഞാൻ നേരത്തെ ബുദ്ധിപൂർവ്വം പറയാൻ പോയപ്പോ നീ മിണ്ടണ്ടാന്ന് പറഞ്ഞു. ശരിയാ മതി. അങ്ങോട്ട് വിടും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വേണുഗോപാലൻ സാറുണ്ടോ? ഉണ്ട് സർ. ആ ലെറ്റർ എടുത്തുണ്ടോന്ന് പ്യൂണില്ല പോകുന്നത്? അതെ അതെ. എന്താ? ഒന്നുമില്ല, ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ശരി. വാ. കല്യാണം കഴിഞ്ഞതാണോ? കല്യാണം ആലോചിക്കേണ്ട സമയം. സാറകത്തുണ്ട്. നിങ്ങൾ എവിടെ ഇരി, ഞാൻ പോയിട്ട് വരാം. ആ സുരേഷ് പോയില്ലേ? ഇല്ല സർ, 1:30 ട്രെയിൻ. ഇരിക്കൂ. ആ സുമാര ഇത് കൊണ്ടുപോയി ബംഗ്ലാവിൽ മാഡത്തിനെ ഏൽപ്പിച്ചേക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. ഇരിക്കും സുരേഷ്, എന്താ ഇത്ര ധൃതി? ഈ പ്യൂണില്ലേ ആ പ്യൂൺ? അല്ല, ആ പ്യൂണാണ് ഈ പ്യൂൺ. ആ 1:30 പറഞ്ഞേ ട്രെയിൻ. അതെ, എന്റെ 2 ഫ്രണ്ട്സ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ ഇങ്ങ് വിളിക്കൂ, ഇവിടെ ഇരിക്കാവല്ലോ. ഇല്ല സാർ, അല്പം ധൃതിയുണ്ട്. അവർക്ക് സെക്രട്ടേറിയറ്റിൽ പോയി ഒരു കാര്യം സാധിച്ചിട്ട് വേണം പോകാൻ. എന്നാ ശരി, എറണാകുളത്ത് വരുമ്പോ കാണാം. തീർച്ചയായും. ശരി സാർ. എന്താടാ കിട്ടിയത്?
ലെറ്റർ കണ്ടടാ. ആ പ്യൂൺ ഇങ്ങോട്ട് വന്നിട്ട് എവിടെ പോയി? അയാളല്ലേ ഇപ്പൊ തന്നെ പുറത്തേക്ക് പോയത്. അയാളുടെ കയ്യിൽ ആ ലെറ്റർ ഉണ്ട്. മാഡത്തിനെ ഏൽപ്പിക്കാൻ വേണ്ടി ബംഗ്ലാവിലേക്ക് പോയിരിക്കാം. അയാൾ എങ്ങോട്ട് പോയി? അയാൾ അങ്ങോട്ടാ പോയത്. വാ. നമ്മളെ പോലെ തന്നെ ലെറ്റർ പ്രോബ്ലം ഉള്ള ആരെങ്കിലും ആയിരിക്കും. അതാണ് കള്ളത്താക്കൊലിട്ട് പോസ്റ്റ് ബോക്സ് തുറക്കാൻ ശ്രമിച്ചത്. എനിക്കൊരു ഐഡിയ. നമ്മൾ അവരെ പോയി പരിചയപ്പെട്ടിട്ട് നമ്മളും ലെറ്റർ പ്രോബ്ലം ഉള്ളവരാണെന്ന് അവരോട് പറയാം. എങ്ങനെ? മണ്ടത്തരം വിളിച്ച് പറയാതെ. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ സമ്മതിക്കത്തില്ല. ആരും ഇല്ലെന്നാ തോന്നുന്നു. നീ ബെല്ലടിച്ചോ? എവിടെ പോയി? മമ്മി ഇല്ലേ? ഉണ്ടല്ലോ, ഇരിക്കൂ. ആ ലെറ്റർ മാഡം പൊട്ടിച്ച് വായിച്ചു കാണുമോ? വായിച്ചാൽ അവർ ഉടനെ പോലീസിന് ഫോൺ ചെയ്യും. ആ നിമിഷം പോലീസ് ഇവിടെ എത്തും. അപ്പൊ ഇന്ന് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യൂല്ലേ? ആ പുല്ലേ, മമ്മി അകത്തേക്ക് വരാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഇരി, ഞാൻ പോയിട്ട് വരാം. ഇരിക്കൂ. മകളാണല്ലേ? മമ്മിയില്ലേ അത്? വരൂ. ഇതാരാ? എറണാകുളം ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജരാ, സുരേഷ് കുമാർ. നിങ്ങൾ ഇന്നാണോ വന്നത്? അതെ, അല്ല ഇന്നലെ. നിങ്ങളുടെ എം ഡിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല ഇല്ല, അറിയില്ല. സോറി, നിങ്ങളൊന്ന് പുറത്തിറങ്ങിയിരിക്കണം. ശരി സർ. ഇങ്ങോട്ട്. സുരേഷ്, നിങ്ങൾ പോയില്ലേ? പട്ടി പോലീസ് വിട്ടു. ആ, പോലീസ് പട്ടി. കേസിന്റെ ആവശ്യം. എന്തോ അത്യാവശ്യം നിന്നൊന്ന് കാണണമെന്ന്. വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്താ, നീ വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഏയ് ഇല്ലെന്നേ. വേറൊരു കാര്യം തിരക്കാൻ വേണ്ടി വന്നായിരിക്കും. നീ ഇവിടുത്തെ പോസ്റ്റൽ സൂപ്രണ്ട്.
നീ എന്താക്കുന്നത്? ഫോൺ ചെയ്യുന്നതിന്റെ ഇടയിലാണ് നിന്റെ ലവ് സീന്. നിന്നോടെന്തോ സംശയം ചോദിക്കാൻ വന്നായിരിക്കും. ഒന്ന് പോണാ. നാരായൺ ഭായി, ഇത് STD ആണ്. എസ്റ്റീരിയോ? ആ, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. വെക്കട്ടെ? ശരി. ഓ, ഇനി ആ ലെറ്റർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ മാഡം ആ ലെറ്റർ വായിച്ചു കാണും. ആ ഒരു പോലീസിൽ വിവരം അറിയിക്കും. പോലീസ് എത്തും, നിന്നെ അറസ്റ്റും ചെയ്യും. നീ എന്തുവായി പറയുന്നത്? പോലീസിന്റെ കൈ കിട്ടിയ എന്റെ പൊടി പോലും കാണത്തില്ല. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ശിക്ഷിക്കപ്പെടും. ആ, നീ എന്തിനാ പേടിക്കുന്നത്? പോലീസുകാർ ഒന്ന് ചോദിക്കുമ്പം നീ ഉള്ള സത്യം തുറന്നു പറയണം. നീ അല്ലല്ലോ MD കൊന്നത്. ഓ, ഒരു മുദ്രപത്രത്തിൽ എഴുതി അങ്ങോട്ട് കൊടുത്താൽ മതി, പോലീസുകാർ സമ്മതിക്കും. അതെ, പോലീസുകാർ ചോദിക്കുകയാണെങ്കിൽ നീ സോമനസാല എഴുതി ഒപ്പിട്ടതാണെന്ന് പറയുന്നല്ലേ നല്ലത്, അല്ലെ? പിന്നെ എല്ലാരും കൂടെ ജയിലിൽ പോയി കിടക്കുന്നതിലും ഭേദമല്ലേ ഞാൻ മാത്രം പോയി കിടക്കുന്നല്ലേ? പോയാ നമ്മൾ 3 പേരും ഒന്നിച്ചു പോവും. ഹാ. എനിക്ക് ഏതായാലും നാളെ ഓഫീസിൽ ചെന്നിട്ട് ഒരുപാട് പണിയുള്ളതാ. അയ്യോ, ടെൽമ ഇപ്പൊ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. അയ്യോടാ, ഞാൻ ആ കുട്ടിയെ തഴഞ്ഞെന്ന് കരുതി വല്ല കടുങ്ങയും കാണിക്കുമെന്നാണ് എന്റെ പേടി. നിങ്ങൾക്ക് മാത്രമല്ല ജോലിയും കൂലിയൊക്കെ. ആ വിജിയുടെ കാര്യം ഒന്ന് ആലോചിച്ചു. ഞാൻ കാരണം ജോലി കൂടി നഷ്ടപ്പെട്ട സ്ഥിതിയാ അതിന്. അതിന് നമ്മൾ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യണമെന്നാ നീ പറയണത്? അതിനൊക്കെ വഴി. എന്ത് വഴി? ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ എടുത്താ പെട്ടിക്കാത്ത പിടിയാ മാറി.
ഓടിയാ എനിക്ക് ആ ലെറ്റർ എഴുതി തന്നെ ഉണ്ടോ നോക്കി തുറക്ക്. എന്റെ പൊന്നും കൂടവേ, എന്റെ ലൈഫാണല്ലോ ഇത്. ഈ ലെറ്റർ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നിനക്ക് ജീവോരി എന്തെങ്കിലും കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അയ്യടാ, നിനക്കോ? നമുക്ക് ദൈവം എന്റെ കൂടെയാണടാ. ഒരു തെറ്റും ചെയ്യാത്ത ഒരു സാധു ശുദ്ധനാടാ ഈ സുരേഷ് കുമാർ. ഏതായാലും ലെറ്ററൊക്കെ കിട്ടി, എല്ലാ ടെൻഷനും കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് സന്തോഷിക്കാം, അല്ലേ? ആ, എന്നാ നീ ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിക്ക്. അതെ. ആ, അന്നത്തെ ഒരു ഫുൾ ബോട്ടിൽ ഉണ്ടായി കുലുമാലൊക്കെ വരുത്തി വെച്ചത്. ഇനി അടുത്ത ഫുൾ ബോട്ടിൽ മേടിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും വരുത്തി ശരിയാ, വെക്കണം. ഈ ഫുൾ ബോട്ടിലായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. നീ 2 ഹാഫ് ബോട്ടിൽ വാങ്ങിക്ക്. 2 ഹാഫ് ബോട്ടിൽ. തമാശക്കാരാ, കൊറാടിയവന്. അയ്യോ പെട്ടി. അയ്യോ പെട്ടി. ഗോഡ് ഈസ് ഗ്രേറ്റ്. അല്ലെങ്കിൽ എന്നും അങ്ങനെ തന്നെയാണേ. ഭഗവാൻ എന്നും വിശ്വന്റെ കൂടെ നിന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ സോമശേഖരന്റെ കൊലപാതകത്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രൂഫ് നമുക്ക് കിട്ടില്ലായിരുന്നു. വിശ്വംജി, ഈ കത്തിന്റെ ഇവിടെ പോസ്റ്റിൽ വന്ന ഓറഞ്ച് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഫോർമുലയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഈ ഓട്ടോ കൂടിയത്? അവസാനം 2 കത്തും നമ്മുടെ കയ്യിലായി. എടാ നിസാമേ, നീ ഉടനെ തന്നെ പള്ളികളിലും അമ്പലങ്ങളിലും നേർച്ചകളും വഴിപാടുകളും ചെയ്യും. വിശ്വനാഥൻ എന്നും തനിക്ക് ചെയ്ത ഉപകാരത്തിനൊക്കെ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട്. അത് ദൈവമായാലും ശരി, മനുഷ്യനായാലും ശരി. ഡിക്സി കോള ആരംഭിക്കാനിരുന്ന ഓറഞ്ച് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ജപ്പാനിൽ നിന്നും വന്ന ഫോർമുലയ്ക്ക് വേണ്ടി എനിക്ക് സോമശേഖരനെ കൊല്ലേണ്ടി വന്നു. പാവം സോമശേഖരൻ. ആ കൊലക്കുറ്റ ഇപ്പോ ഡിക്സി കോളയുടെ അസിസ്റ്റന്റ് മാനേജർ സുരേഷ് കുമാറിന്റെ തലയിൽ കെട്ടിവെക്കാൻ നിഷ്പ്രയാസം നമുക്ക് സാധിക്കും. ഇതാ പ്രൂഫ്. നമുക്കുടനെ തന്നെ ഈ ലെറ്ററിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലീസിനെ ഏൽപ്പിച്ചാലോ? നോനോ, ലെറ്ററിന്റെ ഫോട്ടോസ്റ്റാറ്റ് മാത്രം പോരാ, അവന്മാരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ ഏൽപ്പിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ആവശ്യമാണ്. ആ പിന്നെ സോമശേഖരന്റെ കൊലപാതകം അവന്മാരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ ഏൽപ്പിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ആവശ്യമാണ്. ആ പിന്നെ സോമശേഖരന്റെ കൊലപാതകത്തിന് ആകെ കൂടിയുള്ള ഒരു വിറ്റ്നസ് ആ വാച്ച്മാനാണ്. അവനെയും വൈകാതെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് അയക്കണം. ഇന്നലെ രാത്രി ലെറ്റേഴ്സ് എടുത്ത് മാഡം സൂട്ട് കേസിൽ വെച്ചതാണ്. നേരം എടുത്തപ്പോൾ സൂട്ട് കേസ് കാണാനില്ല. എല്ലാം MD-ക്ക് വന്ന പേഴ്സണൽ ലെറ്റേഴ്സ് ആയിരുന്നു. ആ ലെറ്റേഴ്സ് എല്ലാം മാഡം വായിച്ചിരുന്നു? 5-6 കത്തുകളെ വായിച്ചുള്ളൂ. ഓ ശരി. വായിച്ച ലെറ്റേഴ്സിലെ മാറ്റർ എന്താണ്? ജോലിക്കുള്ള അപേക്ഷകളായിരുന്നു എല്ലാം. പിന്നെ ആ ലെറ്റേഴ്സ് മാത്രം ആരും കൊണ്ടുപോയി? അറിയില്ല സാർ. ആ ലെറ്റേഴ്സും MD-യുടെ മരണവും ആ വാച്ച്മാന്റെ തിരോധാനവും ഒക്കെയായി എന്തെല്ലാമോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ബൈ ദ ബൈ, അന്ന് ഞാൻ ബംഗ്ലാവിൽ വന്നപ്പോ അവിടെ കൊച്ചിൻ ബ്രാഞ്ച് മാനേജർ ഉണ്ടായിരുന്നല്ലോ, അയാളെ കുറിച്ച് എന്താ അഭിപ്രായം? സുരേഷിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് സാർ. പക്ഷേ എനിക്ക് അയാളെ സംശയമുണ്ട്. എത്ര കഷ്ടപ്പെട്ടാ നമ്മൾ ആ ലെറ്റർ കൈക്കലാക്കിയത്. എന്നിട്ട് നിനക്കതൊന്ന് സൂക്ഷിക്കാൻ കഴിഞ്ഞല്ലെന്ന് വെച്ചാ? ഞാനത് സൂക്ഷിച്ച് സൂട്ട് കേസിനകത്തല്ലേ വെച്ചിരുന്നത്. ആ കൂടെ കുഴപ്പമായി. അവന്മാർ ഇനി അതെടുത്ത് പോലീസിനെ അങ്ങനെ ഏൽപ്പിക്കൂ. ആ ലെറ്റർ കൈ കിട്ടിയ ഉടനെ തന്നെ കീറി കളയായിരുന്നില്ല എനിക്ക്. ലെറ്റർ കൈ കിട്ടിയപ്പോ ആ സന്തോഷം കൊണ്ട് നീ എല്ലാം മറന്നുപോയി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒന്നും മിണ്ടായിരിക്കും. MD-യുടെ മരണവുമായി ബന്ധമുള്ള ഏതോ ഒരു ഗ്യാങ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയാണ്. അവന്മാരെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു.
തന്നെ പോലുള്ള ഒരു ബാസ്റ്ററ്റിന്റെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് മനസ്സിലടാ പട്ടി എന്ന് സുരേഷ് കുമാർ. സുരേഷ് കുമാർ ഉണ്ടോ? ഉണ്ട് സർ. റൂം നമ്പർ എത്രയാ? 113. റൂമിലുണ്ടോ? ഉണ്ട് സർ. Come on. റൂമിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാർ. ഇങ്ങോട്ട് മാറ്. ഞാൻ ബുദ്ധിപൂർവ്വം ഒരു കാര്യം പറഞ്ഞ എന്നൊന്ന് പിടിച്ചേ. ഇപ്പൊ നിങ്ങളെ പോണം. തന്നെ അങ്ങോട്ട് ഓടിക്കും. എങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് വരാൻ തല കുനിയണം. തല താത്ത്. നീ എന്താ കാണിക്കുന്നത്? നിങ്ങളുണ്ട് ആ സൈഡ് വെക്കും.
എന്റെ നാലെന്താ അവിടെ? അതെ അതെ, എല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണേ. എന്തോ ആ അതിപ്പോ അവര് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ടാവും. ആ ഓക്കെ. ആഹാ കൊണ്ടുപോയിക്കോളൂ. MD തട്ടിക്കളയൊന്ന് താൻ എഴുതിയ ആ കത്ത് ഇപ്പൊ ആ പെട്ടിക്കകത്ത് ഇല്ലടോ. അത് എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. പിന്നെ നിനക്കൊരു സൂട്ട് കേസ് ആണ് ആവശ്യമെങ്കിൽ എന്തിനായി പഴയത്? ബ്രാൻഡ് ന്യൂ എത്ര വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. MD കൊന്നത് താനല്ലേ? കൂൾ ഡൗൺ, കൂൾ ഡൗൺ. എന്താണ് നിനക്കറിയേണ്ടത്? നിന്റെ മുതലാളിയെ കൊന്നത് ആരാണെന്ന് അറിയണം. വിശ്വനാഥൻ കള്ളം പറയാറില്ല. ഞാനാണ് കൊന്നത്. സോമശേഖരനെ കൊല്ലണമെന്ന ഉദ്ദേശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഫോർമുല കൈക്കലാക്കുക എന്ന ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവൻ ഒരു പാവമായിരുന്നു. എന്തിനവൻ എന്നോട് ബലപ്രയോഗം നടത്തി? പക്ഷെ എന്ത് ചെയ്യാ, അവൻ മരിക്കാൻ വിധിക്കപ്പെട്ടിരുന്നു. ഭഗവാന്റെ ഇംഗിതം അതായിരിക്കാം. താൻ MD കൊന്നിട്ട് ആ കുറ്റം എന്റെ തലയിൽ കെട്ടി വെക്കുന്നു. യെസ്, അതാണല്ലോ ഇവിടെ നടന്നു വരുന്നത്. സെൻട്രൽ ജയിലിൽ കിടക്കുന്ന അധികം പേരും നിന്നെ പോലെ നിരപരാധികളായിരിക്കും. അപരാധികൾ എന്നെ പോലെ സസുഖം ഇവിടെ കഴിയും. എന്റെ ഭഗവാന്റെ ഒരു മായാവിലാസമേ. ഉഫ്. പിന്നെ ഇന്ന്
ലീവ് ലെറ്റർ കൊടുക്കാതെ ഓഫീസിൽ നിന്ന് മുങ്ങുമ്പോ നീയും ആലോചിക്കണം. സസ്പെൻഷൻ ഓർഡർ കിട്ടിയാൽ ഒരു തെറ്റുമില്ല. ഒരാഴ്ച ഓഫീസിൽ പോയില്ലെന്ന് വെച്ച് സസ്പെൻഡ് ചെയ്യാൻ ഇയാളാര്? ഇനിയിപ്പൊ എന്തൊരു വഴി? ആ ഒരു വഴിയുണ്ട്. ഇവന്റെ ചെയർമാന് പുളിച്ച നല്ല നാല് തെറി അങ്ങോട്ട് എഴുതുക. ഉം? അത് ശരിയാ. അതിന് പേപ്പർ അവിടെ. ഇതാ ആ, അപ്പൊ പേനെ ദേ ആ, വേണ്ട, 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 ഞാൻ സമ്മതിക്കില്ല. നീ എഴുത്. ആ, വേണ്ട. മിണ്ടരുത്. എടാ പട്ടി കടുപറ മോനെ. അപ്പനെ ഇങ്ങോട്ട് വരൂ. പിടിച്ചോ. ഞാൻ പിടിച്ചോളാം. എന്നെ സസ്പെൻഡ് ചെയ്ത് നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഐ വിൽ ഷൂട്ട് യു. ഒന്ന് കളയും നിന്നെ ഞാൻ. വേണ്ട. എഴുതി. ഒപ്പിട്. ആ, ഞാൻ ഒപ്പിടൂല, ഞാൻ ഒപ്പിടൂല. ഒപ്പിടാ, പട്ടി. അയ്യോ, ഒപ്പിട്ട്. മേഘച്ചുരുളിൽ താനേ വിരിയും താരാനിരകൾ മേലെ മിന്നും പൊന്നിൻ കിരണം ചാത്തിയ സുവർണ സുന്ദരി ചങ്ങാതി കനവിൽ പൂത്ത കനകപ്പൂക്കൾ കവർന്ന മോഹം പോലെ മേഘച്ചുരുളിൽ താനേ വിരിയും താരാനിരകൾ മേലെ മിന്നും പൊന്നിൻ കിരണം ചാത്തിയ സുവർണ